ഇന്ന് ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങളേവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇന്ന് എന്നെ ഇവിടെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. ഇനി എന്നെ പരിചയപ്പെടുത്തണം, വേണോ? ഇനിയും പരിചയപ്പെടുത്ത സ്വയം പൊങ്ങി എന്ന് പറയുന്ന എക്സ്ട്രീം ലെവൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി വേണോ? അല്ലെ, സത്യത്തില് ഇത്രയും സ്വന്തം മുഖത്തിന് ആരെങ്കിലും നിങ്ങൾ കണ്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഇന്ന് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? വിളിച്ചു വരുത്തി സ്വന്തം തന്നെ കുറച്ച് പേരെ കൊണ്ട് പുകഴ്ത്തി പറയുന്ന ഒരാളെ കണ്ടല്ലോ. അപ്പൊ ഒരു കൈയിൽ നിന്ന് അങ്ങനെ ആ ഒരാളെ കണ്ടെത്തി. അപ്പൊ ഇന്ന് ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാരണം എന്താണ്? അല്ലെ, നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്തിനു വേണ്ടി ഇന്ന് ഇങ്ങോട്ട് വന്നു? അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ജസ്റ്റ് കൈവയ്ക്കും. ഓ യെസ്, 10-200 പേരുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് വന്നവര് ആ പുതിയതായിട്ട് വന്നവരും ആദ്യമായി പിന്നെ അല്ല ഒരുപാട് നാളായിട്ട് വന്നവരുണ്ട്. എല്ലാവരും പുതിയ വന്നവർക്ക് ഒരു കൈയ്യടി കൊടുക്കാൻ നമ്മുടെ പുതിയ ഗസ്റ്റുകൾ. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഒരു പുതിയൊരാശയം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങള് കോടീശ്വരൻ കേട്ടിട്ടുണ്ടോ? കോടീശ്വരൻ കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടിട്ടുണ്ട്? എവിടെ കേട്ടിട്ടുണ്ട്? സുരേഷ് ഗോപിയെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. കേട്ടിട്ടുണ്ട് അല്ലേ? അത് കേട്ടിട്ടുണ്ട്. എത്ര പേര് കോടീശ്വരന്മാരെ കണ്ടിട്ടുണ്ട്? പോട്ടെ, ഇതിലെത്ര കോടീശ്വരന്മാരുണ്ട്? അത് പോട്ടെ, എന്താണ് കോടീശ്വരൻ? പറ, കേക്കട്ടെ, എന്താണ് കോടീശ്വരൻ? ഈ കോടീശ്വരൻ എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ കോടീശ്വരനാവാൻ പറ്റൂ. ആണോ? കോടികൾ കയ്യിലുള്ളവൻ കോടീശ്വരൻ. എത്ര കോടി? എത്ര കോടി? 3 കോടി. വേറെ ആരെങ്കിലും? 1 കോടി മതി കോടീശ്വരൻ. ആണോ? ശരി. അപ്പൊ ഇന്ന് വന്നത് മുതലാക്കാനായിട്ട് ഒരു കാര്യം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു മെസ്സേജ് പറഞ്ഞത്. എന്താണ് കോടീശ്വരൻ എന്ന് ചോദിച്ചാല്, 2026 എല്ലാ ചെലവും കഴിച്ച് 1 കോടി രൂപ മാറ്റി വെക്കുന്നവനാരോ അവനെ വിളിക്കുന്ന പേര് 2026 കോടീശ്വരൻ. ഓക്കെ. എങ്കിൽ 2027 എന്ത് ചെയ്യണം? 2027 1 കോടി നേടണം. അങ്ങനെ നിരന്തരമായിട്ട് എല്ലാ വർഷവും ഓരോ കോടി രൂപ വെച്ച് ലാഭമുണ്ടാക്കുന്നവനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോടീശ്വരൻ. അപ്പൊ അതിനൊരു ഷോർട്ട് കട്ട് പറയാം. അതായത് 13 വർഷം ഓരോ വർഷം 2026 1 കോടി രൂപ ലാഭിച്ചു, 2027 1 കോടി രൂപ ലാഭിച്ചു. അങ്ങനെ 13 വർഷം ഓരോ കോടി രൂപ വെച്ച് നമ്മൾ ബാങ്കിൽ FD ഇട്ടാൽ 14ാമത്തെ കൊല്ലം അതിന്റെ 7.5% ഇൻട്രസ്റ്റ് കൂട്ടിയാൽ 1 കോടിക്ക് മേലെയുണ്ട്. അപ്പോൾ കോടീശ്വരൻ എത്ര ഉണ്ടാക്കണം? എത്ര വേണം? 13 കോടി അല്ലെ? 13 കോടി രൂപ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെർമനന്റ് കോടീശ്വരൻ ആണല്ലോ. യെസ്. അപ്പൊ 13 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു കോടീശ്വരന്മാരായിട്ട് മാറി. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇതിൽ എത്ര കോടീശ്വരന്മാരുണ്ടെന്ന്. ആരും കൈ പൊക്കിയില്ല. കാരണം എന്താ? നിങ്ങള് ഇതേപോലെ കോടീശ്വരന്മാരായിട്ടില്ല. എന്തുകൊണ്ടായില്ല എന്നറിയാം? എന്തുകൊണ്ട് നിങ്ങൾ കോടീശ്വരന്മാരായില്ല? എന്തുകൊണ്ടായില്ല? ഓരോ വർഷവും 1 കോടി രൂപ വെച്ച് ലാഭമുണ്ടാക്കാനുള്ള പണി നമുക്കറിയില്ല. ആണല്ലോ? യെസ് ഓർ നോ? യെസ്. അത് മാത്രമല്ല, 1 കോടി രൂപ ലാഭം ഉണ്ടാക്കാനുള്ള ഇന്നേ വരെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പോയിട്ടില്ല. ആണോ? അല്ലേ? നിങ്ങൾ ഇന്നേ വരെ ഒരു കോടീശ്വര ക്ലാസ്സിൽ പോയിട്ടില്ലെന്നേ. അപ്പൊ ഇന്ന് വളരെ അഭിമാനത്തോടെ നിങ്ങളോട് തന്നെ പറയാം, എന്ത്? ഞാൻ ഇന്ന് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. എന്തിനാ? ഹൗ ടു ബിക്കം എ മില്യണയർ. എങ്ങനെ ഒരു കോടീശ്വരനാകും. അപ്പൊ എന്താ കോടീശ്വരനാവാതിരുന്നേ?
ഇന്നേ വരെ കോടീശ്വരം പഠിക്കാൻ പോയിട്ടില്ലെന്നേ. ആണോ? അപ്പൊ ഇന്നെന്ത് വേണ്ടി? ഇന്ന് നമ്മൾ എങ്ങനെ ഒരു കോടീശ്വരാന്ന് പഠിക്കാൻ വേണ്ടി പോകണം. റെഡി? റെഡി? റെഡിയാണോ? റെഡിയാണോ? യെസ്. അപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട് കോടീശ്വരനാവാനായിട്ട്. ഒന്ന്, കയ്യിൽ പണമുള്ളവർക്ക് ആ പണത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് കോടീശ്വരനാവാം. 2, കയ്യിൽ പണമില്ലാത്തവർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗവാക്കായാലും കോടീശ്വരന്മാരാവാം. അപ്പൊ ആദ്യം കയ്യിൽ പണമുള്ളവർക്കുള്ളത് പറയണോ, കയ്യിൽ പണമില്ലാത്തത് പണം ഇല്ലാത്ത അവർക്കുള്ള കോടീശ്വരൻ ഏത് വേണം? ഉള്ളവർക്കുള്ള വേണം, ഇല്ലാത്തത് വേണം? പണമുള്ളവര്. അപ്പൊ ആദ്യം പണമുള്ളവർക്ക് എങ്ങനെ കോടീശ്വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വന്നാൽ പണമില്ലാതെ എങ്ങനെ കോടീശ്വരനാണ്? അപ്പൊ പണമില്ലാതെ കോടീശ്വരനാണെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് വരും. ഓക്കെ. പണമുള്ളവർ എന്ത് ചെയ്യാം? ഇന്നൊരു തീരുമാനം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം. പണമില്ലാത്തവര് ഭക്ഷണം ചെയ്ത് തിരിച്ചു വരാം. അപ്പൊ കോടീശ്വരനാവണ്ടേ? വേണോ? ഇതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ 2 ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. റെഡി? യെസ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, കയ്യിൽ 1000 ഉള്ളവർ ധനവാൻ, കയ്യിൽ 1,00,000 ഉള്ളവർ പ്രഭു, ലക്ഷപ്രഭു, കയ്യിൽ കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. എങ്കിൽ ഈ ക്ലാസിന്റെ പേരെന്താ? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. വെൽക്കം ടു നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഒരു കോടീശ്വരനാണ്? പക്ഷേ കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്. കാരണം പണം എന്നുള്ളത് ഒരു എനർജിയാണ്. ഈ എനർജി നമ്മുടെ കയ്യിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളും എനർജി ഉള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് പണം അട്രാക്ട് ചെയ്യാൻ എനിക്കറിയില്ല. ഈ ക്ലാസിന്റെ പേരെന്താ? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അപ്പോൾ എന്ത് ചെയ്യണം? എനർജി വേണ്ടേ? വേണോ? അപ്പൊ എല്ലാവരും ഒന്ന് എനർജി എത്തിക്കായാലോ നമുക്ക്, അല്ലെ? വേറെ ഒന്നും വേണം, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കും, ഒന്ന് എനർജി. കാരണം എന്തായാലും നിങ്ങൾ ദിവസം പോവല്ലേ, ആ ദിവസം വേസ്റ്റ് ആക്കണ്ടല്ലോ, അല്ലെ? അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എല്ലാവരും ശബ്ദമില്ലാതെ ഒന്ന് കൈയടിക്കണം. ശബ്ദമില്ലാതെ കൈയടിച്ച ഒന്ന് അടിച്ച്. ശബ്ദം പറയരുത്, ശബ്ദം പറയരുത്. ചേച്ചി ഇതിങ്ങനല്ല, അപ്പം ചൂടണ പോലല്ല. അടി സാർ ഇങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ കൈയിന്റെ അടിയിൽ എയർ വരണം. നമ്മള് ഫഹദ് ഫാസിൽ ഏതോ സിനിമയിൽ അടിക്കുന്നുണ്ട് സാറിന്റെ ട്രാൻസില്, ആ ഉള്ളിലൊരു എയർ കയറട്ടെ. അടി പവർ മൂവ് അതിനപ്പുറം, പവർ മൂവ്. സാറിന്റെ അടി പോരാ, സാറിന്റെ അടി പോരാ. സാറ് ഈ അടിച്ചെന്തോ ഇങ്ങനെ അടിച്ചാൽ വരില്ല, പവർ വരട്ടെ, പവർ വരട്ടെ. ഓക്കെ. യെസ്, ടേക്ക് യുവർ സീറ്റ്. യെസ്. പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും തല്ലുകൊടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ടെൻഷൻ കയറും. ഈ ടെൻഷൻ മാറുന്ന ഒറ്റമൂലിയാണ് രാത്രി. ടെൻഷൻ വരുന്നില്ല, രാത്രി എപ്പോഴെങ്കിലും ആയിക്കോട്ടെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണാടിന് മുമ്പിൽ പോവാം. ഒരു 5 മിനിറ്റ് ഇതേമാതിരി നല്ല സ്പീഡിൽ സൗണ്ട് ഇല്ലാതെ കൈയടിച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. നമ്മുടെ ടെൻഷനൊക്കെ റിലാക്സ് ആയിട്ട് നമുക്ക് അല്ലെ, നമുക്ക് എന്ത് കിട്ടും? മനസ്സിന് സമാധാനം കിട്ടും. പക്ഷേ ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കൈയടിക്കേണ്ടത് ചെറുപ്പക്കാർ ചെയ്യാൻ പാടില്ല, ഉറക്കം കിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം? കുറച്ച് എനർജി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ എനർജി അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞവർക്ക് ഉറക്കം വന്നതിന് കുഴപ്പമില്ലാന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും തയ്യാറൊന്നും ഇല്ല കേട്ടോ. അപ്പോ ഒരു എനർജി എപ്പോ വേണം, അപ്പൊ എന്ത് ചെയ്താൽ മതി? സുല്ലേട്ടാ എങ്ങനെ? അടി അതന്നെ. ഓക്കെ, സബിതൊക്കെ മനസ്സിലായ? സുനില വൈഫ് ഇവിടെ ഉണ്ട്. അപ്പൊ വല്ല എനർജി കുറവൊക്കെ ചേട്ടന് തോന്നിക്കാൻ എന്ത് ചെയ്യണം?
സബി യെസ് യെസ്. അപ്പോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനത്തെ ദ്വയാർത്ഥം വെച്ച് പറഞ്ഞതല്ലെന്നേ. യെസ്. അപ്പൊ നമുക്ക് പഠിക്കാം എങ്ങനെ ഒരു കോടീശ്വരനാവാമെന്ന് പഠിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ കോടീശ്വരനാവുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അല്ലെ ടാഗ്ലൈൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ആർക്കിടെക്ചർ. അതായത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ആർക്കിടെക്റ്റ് ആയിക്കൊണ്ട് കോടീശ്വരനാവും. അതായത് ഒറ്റയ്ക്ക് ഒരു ജോലിയോ ബിസിനസ്സോ ചെയ്താൽ ഒരു കാരണവശാലും നമ്മൾ കോടീശ്വരന്മാരാകില്ല. അതിലെന്താവണം? ഒരു ആർക്കിടെക്ട്. വാട്ട് ഇസ് ആർക്കിടെക്ട്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോ ഒരു സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു കോടീശ്വരനാവാം. എങ്ങനെ? ഈ 1 കോടി രൂപ എന്നുള്ളത് ഒരിക്കലും നമ്മൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നേ. എന്തുകൊണ്ട് നമ്മുടെ കൂടെ ഒരു സിസ്റ്റം നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഈ കമ്പനിയിൽ 600ഓളം പേര് എന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ? അതൊരു സിസ്റ്റം ഉണ്ട്. ഓഫീസിൽ 10-70ഓളം പേര് ഓഫീസിലുണ്ട്. വയനാട്ടില് 650 തൊഴിലാളികളുണ്ട്. ഇതൊക്കെ എന്താ? ഒരു സിസ്റ്റം പ്രവർത്തിക്കാൻ ഇവിടെ. അപ്പൊ അവിടെ ഓൾറെഡി എന്റെ തൊഴിലാളികൾ എന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ, എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അതിലൂടെ എനിക്ക് സമ്പന്നമാവാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടായില്ല? നിങ്ങൾക്ക് എന്തില്ല? ഒരു ആർക്കിടെക്ട്, ഒരു സിസ്റ്റം നമ്മുടെ കൂടെ വേണം. ഓക്കെ. അപ്പൊ നമുക്ക് കോടീശ്വരനാവണമെങ്കിൽ എന്ത് വേണം? ആർക്കിടെക്ട്. നമ്മുടെ പണത്തെ ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു സിസ്റ്റത്തിലൂടെയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു സമ്പന്നാവാം. അല്ലെങ്കിൽ പണമില്ലെങ്കിലും നിങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കൊണ്ട് പ്രവർത്തിച്ചാലും നിങ്ങൾക്കൊരു സമ്പന്നാവാൻ പറ്റും. റെഡി? അപ്പോ സമ്പന്നാവുന്ന ഒന്നാമത്തെ പാഠമാണ് നമ്മളൊരു ആർക്കിടെക്ട് ആയിട്ട് ഒരു സിസ്റ്റം നമ്മുടെ കൂടെ വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പക്ഷെ എല്ലാരും വിളിച്ച് പരിചയപ്പെടാൻ സമയമുണ്ടോ? ഇപ്പൊ തന്നെ സമയം 12:30 അല്ലെ? പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ? കോടീശ്വരന. അങ്ങനെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എത്ര സമയം വരെ നിങ്ങളോട് സംസാരിക്കണം? കോടീശ്വരനാവാനുണ്ട എത്ര സമയം? എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം? 2. എനിക്ക് 2 മണിയുടെ സമയം തരുമോ? 2 മണിയുടെ സമയം തരുന്നു. കൈയടിച്ച് 2 മണിയുടെ സമയം തരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ മുമ്പ് നിർത്താൻ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ഹൗ ടു ബിക്കം എ മില്യണിയർ, അല്ലെങ്കിൽ കോടീശ്വരൻ എങ്ങനെ ആവാന്നുള്ളതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പരിചയപ്പെടാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് 4 ആക്കി തിരിക്കാൻ വേണ്ടി പോകണം, 4 ആക്കി മുറിക്കാൻ വേണ്ടി പോകണം. റെഡി? യെസ്. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം, ഇവിടെ ഇരിക്കുന്നവര് 4 സ്റ്റേജിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റേജ് നമ്പർ 1 സ്ട്രഗ്ലിംഗ്. അതായത് നിങ്ങൾക്കൊരു ജോലിയോ ബിസിനസ്സോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കുണ്ട്. പക്ഷെ എന്നിട്ടും കടം മാത്രം ബാക്കി. ഇപ്പോഴും കടമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്റ്റേജിന്റെ പേരാണ് എന്ത്? സ്ട്രഗ്ലിംഗ്. രണ്ടാമത്തെ സ്റ്റേജാണ് നിങ്ങൾക്ക് ജോലിയോ ബിസിനസ്സോ വരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ കടമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രിയാവുന്നു, വീണ്ടും നേരം വിളിക്കുന്നു, പക്ഷെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ എന്തില്ല? കടമില്ല. എങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ്? സ്റ്റേബിൾ. മൂന്നാമത്തെ സ്റ്റേജാണ് സക്സസ്. നമുക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ചാലും വാങ്ങാൻ പണമുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സക്സസ്. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം അവിടെ BMW, ബെൻസ്, ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് തോന്നാണ് നിങ്ങൾക്കും എനിക്കൊന്നൊരു ബെൻസ് വാങ്ങിക്കണം. അങ്ങനെ എന്ത് വാങ്ങണമെന്ന് വിചാരിച്ചാലും വാങ്ങാൻ പണമുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സക്സസ്. നാലാമതാണ് സിഗ്നിഫിക്കൻസ്. അതായത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം വാങ്ങി ഇനിയും ധാരാളം പണം ബാക്കിയുണ്ട് എങ്കിൽ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചിറ്റലപ്പള്ളി, കൊച്ചോസഫ് ചിറ്റലപ്പള്ളി, ഇദ്ദേഹം എന്താ? സിഗ്നിഫിക്കന്റ്. ഈ ഹോള് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഒരു വർഷം ചാരിറ്റി കൊടുക്കുന്നത് 200 കോടി രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ വരുമാനം. പണ്ട് വീഗാർഡ് സ്റ്റെബിലൈസർ ഞങ്ങളെ കാട്ടൂർ ഭാഗത്ത് കൂടെ സൈക്കിളുമ്പോൾ കൊണ്ടുവന്ന് വിറ്റ വ്യക്തിയാണ്. ഇന്ന് 200 കോടി രൂപയാണ് ചാരിറ്റി കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താ? സിഗ്നിഫിക്കന്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം,
ഞാനിപ്പോൾ എവിടെയാണ്? പേരെന്താ? പ്രീതി ഷാജി. പ്രീതി എവിടെയുണ്ട് ഇപ്പോ? ഈ സ്റ്റേജ് ഞാൻ ചോദിച്ചു, ഇവിടെ അല്ല, ഈ സ്റ്റേജിൽ. ഞാനിപ്പോ ചിക്കലപ്പുള്ളി ഇരുന്നതാണ്. ഞാൻ പ്രീതി അതല്ല ചോദിച്ചു, പ്രീതി ഇതിൽ എവിടെയുണ്ട്? സക്സസ് ജീവിതത്തിൽ എന്ത് വേണമെന്ന് വിചാരിച്ചും വാങ്ങാനായിട്ട് 10-25 കോടിയൊക്കെ അക്കൗണ്ടിൽ ഉണ്ടാ. അപ്പൊ ഇത് അപ്പൊ എനിക്ക് ആഗ്രഹം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, അവിടെയാണ് പ്രീതി തെറ്റിപ്പോയത്. അതായത് APJ അബ്ദുൽ കലാം സാർ ഇതേപോലത്തെ പ്രോഗ്രാമിൽ പറഞ്ഞു, പ്രീതി ഒരു പ്രോഗ്രാമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായത് ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവനാരോ, ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവനാരോ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറ്റവാളി. അതുകൊണ്ട് മനുഷ്യനായിട്ട് പിറന്ന് നമ്മൾ ചെറിയ സ്വപ്നങ്ങൾ കാണരുത്. ഇവിടെ ദൈവം നമ്മൾക്ക് കണ്ണുകളും കാലുകളും എല്ലാം തന്നത്, എല്ലാ സൗഭാഗ്യങ്ങളും പ്രീതിക്ക് തന്നത് പ്രീതിയുടെ മാത്രം സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനല്ല. ഇവിടെ കണ്ണില്ലാത്ത കാതില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരെ കൂടി സംരക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പ്രീതി മനുഷ്യരെ നമുക്കുണ്ട്. അതുകൊണ്ട് ചെറിയ സ്വപ്നങ്ങളല്ല, വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. എന്തിനാ? എനിക്ക് 200 പേർക്ക് കൊച്ചൗസൻ എത്ര കോടി രൂപ ചാരിറ്റി ചെയ്യുന്നുണ്ട് അല്ലെ? ചിറ്റിലപ്പള്ളിയെ പോലെ 200 കോടിയല്ല 400 കോടി എനിക്ക് ചാരിറ്റി ചെയ്യണം കേട്ടോ അല്ലെ? ആ തരത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. അവിടെയാണ് ദ റിയൽ മനുഷ്യൻ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ആരാ? സ്വന്തം കാര്യം നോക്കുന്നവരാരാ? ആരാ? ഒരു എനിമൽ, മൃഗമാണ് അല്ലെ? ഏതോ സിനിമയിൽ ദിലീപ് പറയണ പോലെ, എന്റെ വീട്, എന്റെ കട്ടില്, എന്റെ കിടക്ക, എന്റെ ഭാര്യ, അങ്ങനെ അവരുത്. അതല്ല മനുഷ്യൻ, അത് മൃഗം അല്ലെ? അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. റെഡി? യെസ്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇത് ഏത് സ്റ്റേജിലാണ് അല്ലെ? ഇവിടെ ഭൂരിഭാഗം പേർക്കും പറയുന്നത് ഒറ്റ ആൻസറാണ്, അയാമീൻ സ്ട്രഗിളിംഗ്. ഒരേ സ്വരത്തിൽ പറഞ്ഞു അല്ലെ? ഒരു നാണമല്ലോ പറയുന്നത് അല്ലെ? അയ്യാമിസ്ത്രീകളെ ഈ പണ്ട് ഈ സർവേ ചെയ്തു കോംപ്ലാന്റെ പരസ്യമില്ലേ, അയാമേ കോംപ്ലാൻ പോയി. അതേപോലെ നിങ്ങൾക്ക് എന്ത് പറയാം? അയാമേ പറയല്ലേ. യെസ്. ഓക്കെ. അപ്പൊ ഒന്ന് ഇതാണ്. രണ്ടാമത്തതാണ്, നമ്മൾ ഇവിടെ നിങ്ങളെ 4 ക്ലാസ് ആക്കി തിരിച്ചാൽ, 1 ലോ ക്ലാസ്, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം, 4 ഇതിലെവിടെയുണ്ട് നിങ്ങള്? ചുമ്മാ പറഞ്ഞു. ലോയിലും മിഡിലും നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത് അല്ലെ? യെസ്. ഇനി മറ്റൊന്നാണ് നോക്കേണ്ട കാര്യമാണ്, നമ്മൾ യെസ് ഇതില് ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേര് ലോ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോണ കാര്യം, ഇത് ഒരു എക്കണോമിക് ഇമ്പാക്ട് പറയുന്ന ഒരു കാര്യം. 1940-60കളില് ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് വെറും 10 രൂപ മതിയായിരുന്നു ഒരു ഫാമിലിക്ക് അന്ന് ജീവിക്കാനായിട്ട്. ഇത് 60-80ലേക്ക് വന്നപ്പോ 100 രൂപയായിട്ട് മാറി. ഇത് 1980-2000ലേക്ക് എത്തിയപ്പോ അത് 1000 രൂപയായിട്ട് മാറി. 2020 വന്നപ്പോ 10,000 രൂപ. 2020-2040 എത്തിക്കുമ്പോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ 1,00,000 രൂപ വേണ്ടി വരുന്ന പറയാൻ അല്ലെ? ഈ കണക്ക് ശരിയല്ലേ അല്ലെ? ഇത് ശരിയായി, ഇത് ശരിയായി, ഇത് ശരിയായി, ഇത് ശരിയായി അല്ലെ? എങ്കിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മനോരമയിൽ ന്യൂസ് ഉണ്ടായിരുന്നു, കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിന് ജീവിക്കാനായിട്ട് 60,000 രൂപ വേണമെന്നുള്ളതാണ്. ഏത് വർഷപ്പായിട്ടുള്ളൂ? ഇപ്പൊ ഏത് വർഷം? 2026, 14 കൊല്ലം എടുക്കുക അല്ലെ? ഇപ്പോഴത്തിന് 60,000 എത്തിയിട്ടുണ്ടെങ്കിൽ 2030 ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് എത്ര വേണം അല്ലെ? നമുക്ക് 1,00,000 രൂപയെങ്കിലും കൂടിയേ തീരൂ. അപ്പൊ ഇനി നോക്കേണ്ട കാര്യമാണ്, മറ്റൊരു കാര്യം പരിശോധിക്കാം. നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നത് 3 സോഴ്സിലൂടെ എന്ന് പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സിലൂടെ നമ്മൾക്കൊരു പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കാം ക്യാഷ്, ഓപ്പറേഷണൽ ക്യാഷ്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങളുടെ ബാക്കി എത്രയുണ്ട് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പോ മേമിന് വരുന്ന ആനി ചേച്ചിക്ക് ജോലിയുണ്ടോ? എന്തിനു വരുമാനമുണ്ടോ?
സ്റ്റിച്ചിങ് ഉണ്ട് അല്ലേ? ഓക്കെ, എത്ര രൂപ മാസ വരുമാനമുണ്ട്? ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ വേണ്ട. ഞാൻ ആന്റി ചേച്ചിക്ക് 50,000 രൂപ മാസ വരുമാനമാണ് കൂട്ടുന്നത്. ഈ 50,000 രൂപയിൽ നിന്ന് ചെലവ് കഴിച്ചിട്ട് 40,000 ചെലവുണ്ടെങ്കിൽ പ്രീതി ബാക്കി എത്രയുണ്ട്? 50,000 പോയാല് 10,000 രൂപ. ആ 10,000 വിളിക്കുന്ന പേരാണ് ഓക്കേഷ്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് എല്ലാ മാസം കിട്ടുന്നത് വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ച് ബാക്കി കിട്ടുന്ന തുക, അതാണ് ഓക്കേഷ്. എത്രയുണ്ട് നിങ്ങൾ? ഓക്കേഷ് എത്രയുണ്ട്? അതിന് മനസ്സിലായി? ചോദ്യം മനസ്സിലായി? ഓക്കേഷ് എത്രയുണ്ട്? വരവിന്ന് ചെലവ് കുറച്ച് ബാക്കി എത്രയുണ്ട്? ഒന്നുമില്ലാതാ പറയണം. ഓക്കെ, കുഴപ്പമില്ല അല്ലെ? അപ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു മാസം ഓക്കേഷ് എത്രയുണ്ട്? ഈ ഓക്കേഷ് നിങ്ങൾ അതെന്ത് ചെയ്തോളണം? ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? ഐ ക്യാഷിലേക്ക് മാറ്റണം. ഇൻവെസ്റ്റ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് ആരോഗ്യമില്ലാത്തപ്പോൾ ജീവിക്കാൻ എന്ത് വേണം? ഐ ക്യാഷ് വേണം അല്ലെ? ഇതിൽ എത്ര പേർക്ക് ഐ ക്യാഷ് ഉണ്ട്? ഞാൻ നാളെ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ജീവിക്കാനുള്ള വരുമാനം കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എനിക്കുണ്ട്. എത്ര പേർക്കുണ്ട് ഐ ക്യാഷ്? അല്ലെ? ഭൂരിഭാഗം പേർക്ക് എന്തില്ല? ഐ ക്യാഷ് ഇല്ല. ഐ ക്യാഷ് ഇല്ലാത്തതിന്റെ കാരണം ഓ ക്യാഷ് ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് എഫ് ക്യാഷ്, ലോൺ. എത്ര പേർക്കുണ്ട്? അത് ചോദിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ലോൺ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ. അപ്പൊ നമുക്ക് എന്തില്ല? രണ്ടില്ല, ഒന്നുണ്ട്. ഏതാ ഇല്ലാത്ത? ഓ ക്യാഷും ഇല്ല, ഐ ക്യാഷും ഇല്ല. എന്തുണ്ട്? എഫ് ക്യാഷ് ഉണ്ട്. പക്ഷെ അങ്ങനെ പോലത്തെ കുഴപ്പം എന്താണെന്ന് അറിയണ്ട. നമുക്ക് നോക്കാം ക്യാഷ് റൺവേ. ഇതിൽ പറയുന്നൊരു കാര്യം, ഇപ്പോ ആന്റി ചേച്ചി പറഞ്ഞു 40,000 രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞു അല്ല, 50,000 ചെലവാ. അടുത്ത മാസം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വരുമാനമില്ല. ആ ഒരു മാസം, അടുത്ത മാസം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജീവിക്കാനുള്ള പൈസ അക്കൗണ്ടിലുണ്ടോ? ചോദ്യം മനസ്സിലായി? അടുത്ത മാസം ജോലിക്ക് പോകാൻ പറ്റിയില്ല സ്റ്റിച്ചിങ് എങ്കിൽ അടുത്ത മാസം ജീവിക്കാനുള്ള 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് വെന്റിലേറ്റർ. എവിടെയുണ്ട്? ഒരു മാസം പോലും അടുത്ത മാസം ജീവിക്കണം, കിട്ടിയിട്ട് വേണം. അല്ലെങ്കിൽ വല്ല പണയം വെക്കണം, വിൽക്കണം അല്ലേ? അപ്പൊ അടുത്ത ഒരു മാസത്തേക്കെങ്കിലും ജീവിക്കാനുള്ള പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ യു ആർ, അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ യു ആർ ഇൻ. എവിടെയുണ്ട്? വെന്റിലേറ്റർ. ഇനി ഒരു മാസത്തെ പൈസ ഉണ്ടെങ്കിലോ ഐസിയുല 50,000 രൂപ അക്കൗണ്ടില്ല. സമാധാനിക്കേണ്ട. എവിടെയാണ്? ഐസിയുല അല്ലെ? ഇനി 3 മാസത്തെ പൈസ ഉണ്ടെങ്കിലോ ഡേഞ്ചർ, അപ്പോൾ അപകടം അല്ലെ? 6 മാസത്തെ പൈസ ഉണ്ടെങ്കിലോ സ്റ്റേബിൾ. 12 മാസത്തെ പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ സ്ട്രോങ്. എത്ര പേര് ഇതിൽ സ്ട്രോങ് ആയവരുണ്ട്? ഇതിൽ ഒരു വർഷം എനിക്ക് ജോലിയില്ലെങ്കിലും ജീവിക്കാനുള്ള പണം എന്റെ അക്കൗണ്ടിലുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? അല്ലെ? നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾക്ക് ഇവിടെ എല്ലാവരും വന്നത് പണം അല്ലെ? ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണോ? ആണോ? എന്നെ കാണാനാണോ? എന്തിനാ വന്ന്? 11 അല്ലെ? എങ്ങനെ നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാം? അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? പണമാണല്ലോ. അപ്പൊ ആദ്യം അറിയേണ്ടത് ആരാണിവൻ? ഇവൻ എവിടുന്ന് വന്നു? ഇനി ഇവൻ നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതല്ലേ നമ്മുടെ ആവശ്യം അല്ലേ? അപ്പൊ ആരാണ് പണം? ഇതെങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, സാറേ, ഈ പണം എന്നുള്ളത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണോ? ആണോ? പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? പൈസ ഉണ്ടാക്കാൻ ആർക്കേ പറ്റുള്ളൂ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? എങ്കിൽ ഈ പണം നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ വരുന്നു? പണം നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ വരുന്നേ? എങ്ങനെ വരുന്നു? മറ്റൊരാൾക്ക്. ഇതിന് പറയുന്നത് മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ് വാല്യൂ ക്രിയേഷൻ. നമ്മൾ മറ്റൊരാൾക്ക് തൊഴിലോ അല്ലെങ്കിൽ സർവീസോ ഉൽപ്പന്നമോ കൊടുത്താൽ തിരികെ കിട്ടുന്ന ഉപോൽപ്പന്നത്തിന്റെ പേരാണ് പണം. നമ്മൾ ഒരാൾക്ക് സർവീസോ
ഉൽപ്പന്നമോ കൊടുത്താൽ അവർ നൽകുന്ന താങ്ക് യു നോട്ട്, ആ താങ്ക് യു ട്ടാ, പിടിച്ചോട്ടാ, അല്ലെ? നമ്മൾ കൂലിപ്പണിക്ക് പോയി വൈകുന്നേരം ഒരു എന്ത് തരും? കൂലി. അപ്പൊ എന്താ? താങ്ക് യു. ആ കൂലിപ്പണി എടുത്തതിന് നന്ദി. നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് പോയി എല്ലാ മാസവും ശമ്പളം കിട്ടി, താങ്ക് യു. നമ്മളൊരാൾക്ക് മത്തങ്ങ് കൊടുത്തു, തിരികെ പൈസ തന്നു, താങ്ക് യു, അല്ലെ? ഇതേപോലെ മറ്റൊരാൾക്ക് ഉൽപ്പന്നമോ സർവീസോ കൊടുത്താൽ തിരികെ കിട്ടുന്ന പ്രതിഫലത്തിന്റെ പേരാണ് പണം. പക്ഷേ ആ പണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്ര ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ പറയുന്നത് നമ്മൾക്ക് ഇവിടെ നല്ലൊരു ജീവിതം, കംഫർട്ടബിൾ ലിവിങ്, അതോടൊപ്പം തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ, വിദേശ ടൂർ പോവാ, ഇൻവെസ്റ്റ്മെന്റ്, ഒരു സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ പ്രതിവർഷം ഒരു മനുഷ്യൻ ശരാശരി ഏൺ ചെയ്യേണ്ട എമൗണ്ട് 40 lakh rupees ആണ്. എത്ര? 40 ലക്ഷം രൂപ പ്രതിമാസം. അപ്പൊ എത്ര? 3,33,333 രൂപ. അതായത് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിമാസം ഏൺ ചെയ്യേണ്ട എമൗണ്ട്, സവിത ഒന്ന് എഴുന്നേറ്റുന്ന, ഗവൺമെന്റ് ജോലിയാണല്ലോ അല്ലെ? എത്ര രൂപ മാസ ശമ്പളമുണ്ട്? 40 താഴെ, 50 താഴെ, അല്ലെ? 50,000 രൂപ താഴെയുള്ളൂ. അപ്പൊ സബിതക്ക് എന്ത് പറ്റുന്നു? നല്ല രീതിയിൽ വീട്ടിൽ, അല്ലെ? സബിതക്ക് ആഗ്രഹമുള്ള വീട്ടിലല്ല ജീവിക്കണം, ആണോ? സബിതയുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള വാഹനത്തിലല്ല സഞ്ചരിക്കണം, അല്ലെ? എല്ലാം എന്താ? ആ 50,000 രൂപയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. എന്താ കാരണം? ഇതാ കാരണം. നമ്മുടെ മാസവരുമാനം ഈ 3,33,333 രൂപ ഇല്ല. ശരിയാണല്ലോ, അല്ലെ? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കാം, ഇതിൽ എത്ര കുറവുണ്ട് നിങ്ങൾക്ക്? അനുസരിച്ച് കാര്യം പിടിയില്ല. ശരിക്കും നമുക്ക് എത്ര വേണ്ടത്? 3,30,000. ഇപ്പൊ എത്രയുണ്ട്? ഈ ഷോർട്ടേജ് ഒന്ന് നോക്കണ്ടേ ഇന്നും, അല്ലെ? ഈ ഷോർട്ടേജ് ഇപ്പൊ സബിക്ക്, അല്ലെ? സബിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ 50 താഴെ വേണ്ട, 33 പിടിച്ചോ. ബാക്കി എത്ര വേണം? 3 ലക്ഷത്തിന്റെ ഷോർട്ടേജിലാണ് ഭൂരിഭാഗം പേരും ജീവിച്ചു പോണത്. അതുകൊണ്ട് നമ്മൾക്ക് എന്തില്ല? നല്ല കാറ് വാങ്ങാൻ പറ്റുന്നില്ല, നല്ല വീട് വാങ്ങാൻ പറ്റുന്നില്ല, പോട്ടെ നല്ല ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊരു ചുരിദാർ എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നാല് ആ കടയുടെ മുമ്പില് നല്ല നല്ല ചുരിദാറുകൾ ഫ്രണ്ടില് ഒരു സ്റ്റാച്യൂവിൽ ഇട്ടുണ്ടാവും, അല്ലെ? ഫ്രണ്ടിൽ തന്നെ. നമ്മൾ നോക്കാറ് പോലുമില്ല. എന്താ കാരണം? നമ്മുടെ കയ്യില് അതിനുള്ള പണമില്ല. പക്ഷേ അത് വാങ്ങണതാരാ? ഈ റേഞ്ചില് എല്ലാ മാസവും ഈ ഒരു എമൗണ്ട് വാങ്ങിക്കുന്ന ആളുകളാണ്, റൈറ്റ്? ഓക്കെ. അപ്പോ നമ്മൾക്ക് പറ്റിയ എന്താണെന്നറിയാം? പ്രതിമാസം നമ്മൾ ഉണ്ടാക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളെ ആരും പഠിപ്പിച്ചു തന്നില്ല. ശരിയാണോ? അല്ലെ? പക്ഷേ ഈ എമൗണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഈ എമൗണ്ട് എല്ലാ മാസവും ഏൺ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവർ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും ഇപ്പോൾ അവർ ജീവിക്കുന്നത് ഇവിടെയല്ല. എവിടെയാണെന്നറിയോ? അവരൊക്കെ ജർമ്മനിയിലും അവരൊക്കെ ഇംഗ്ലണ്ടിലൊക്കെയാണ്, അല്ലെ? അതാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരത്തിൽ കയറിയപ്പോൾ എന്ത് പറഞ്ഞു? ഇവിടെ കേരളത്തിലെ ടാലന്റുകളെല്ലാം എവിടെ പോയി? അങ്ങ് വിദേശത്താണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല. എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല? ടാലന്റ് ഇല്ല. ടാലന്റ് ഉള്ള ആളുകൾ ഇവിടെ ഇല്ല. ടാലന്റ് ഉള്ള ആളുകളില്ലാത്തതിന്റെ കാരണം ഇവിടെ അവസരങ്ങളില്ല. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ 580 കിലോമീറ്റർ വരുന്ന സമുദ്ര തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മലനിരകള്, കുന്നുകള്, തടാകങ്ങള്, ഇത്രയ്ക്കും റവന്യൂ, അല്ലെ? ഇത്രയ്ക്കും റവന്യൂ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല. എന്നിട്ടും ഇവിടുത്തെ കുട്ടികൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു? കാരണം ഇവിടെ അതിനുവേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നില്ല. ഓക്കെ. ഇവിടുത്തെ ഇത്രയ്ക്കും ലക്ഷങ്ങളും കോടികളും മാസം ഉണ്ടാക്കാൻ പറ്റുന്ന റിസോഴ്സിനെ കണ്ടെത്താനായിട്ട് ഇവിടെ ആരും മെനക്കെടുന്നില്ല. അതല്ലേ ശരി? കിട്ടിയ ജോലി അത് മതി. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ റിസ്ക് എടുത്ത് ഒന്നും ചെയ്യാനായിട്ട് ഇവിടെ ആരും തയ്യാറാവില്ല. ആരെങ്കിലും വന്നാലോ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾക്കും ഇവിടത്തെ റിസോഴ്സ് ഉപയോഗിച്ചൊരു സമ്പന്നാവാം? പഠിച്ചാലോ നമുക്ക്, അല്ലെ? യെസ്. അപ്പൊ നമ്മളിത് പഠിക്കേണ്ട കാര്യമാണ് വെൽത്ത്, അല്ലെ? അപ്പൊ പണം എന്താ? വാട്ട് ഈസ് മണി?
എന്താ പണം? മറ്റൊരാൾക്ക് സേവനമോ ഉൽപ്പന്നമോ കൊടുത്താൽ തിരികെ കിട്ടുന്ന ഉപോൽപ്പന്നം. എങ്കിൽ എന്താണ് സമ്പത്ത്? എന്താ സമ്പത്ത്? പണം ഓക്കെ അല്ലെ? പ്രീതി, എന്തായിരിക്കും സമ്പത്ത്? അപ്പോ സമ്പത്ത് അപ്പൊ നമുക്ക് പഠിക്കാം 5 ടൈപ്പ് സമ്പത്തുണ്ട്. ഇതിൽ ഒന്നാമത്തെ സമ്പത്തിന്റെ പേരാണ് ഫിനാൻഷ്യൽ വെൽത്ത്. അതായത് നമ്മൾ 60-65 വയസ്സ് നമുക്ക് ജോലിക്ക് പോവാം. പക്ഷെ 65-70 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കുറഞ്ഞു, ജോലിയില്ല. ആ സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ്, വരുമാനം കിട്ടുന്ന എന്തെങ്കിലും സ്വത്ത് നമ്മൾക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, സാറിന്റെ പേരെന്താ? മധു ചേട്ടാ. ഇപ്പൊ താമസിക്കുന്ന വീട് അസറ്റാ, പക്ഷെ അതെന്തല്ല? ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല. വിറ്റാലേ പൈസ കിട്ടും. എല്ലാ മാസവും വരുമാനം കിട്ടുന്നതോ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ജനറേറ്റിംഗ്. ഇപ്പൊ മധുചേട്ടൻ 2 വീടുണ്ട് എങ്കിൽ രണ്ടാമത്തെ വീട് വാടക കൊടുത്തിട്ടുണ്ട്, എല്ലാ മാസവും വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വീടിനെ വിളിക്കുന്ന പേരാണ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ വെൽത്ത്. ക്ലിയർ ആയോ? 2 കാറുണ്ട്, ഒരു കാറ് വാടക കൊടുത്ത് ഒരു കാറ് നമ്മൾ സഞ്ചരിക്കാം എങ്കിൽ രണ്ടാമത്തെ കാറിന്റെ പേരെന്താ? വെൽത്ത്. നമുക്ക് നമ്മുടെ ടൗണിൽ ഒരു ബിൽഡിംഗ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപ, അത് നമ്മൾ വാങ്ങി എല്ലാ മാസവും 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് വാടക കിട്ടുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പേരെന്താ? ഫിനാൻഷ്യൽ വെൽത്ത്. ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ഉണ്ട്? പറഞ്ഞ നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഇൻകം ജനറേറ്റിംഗ് അസറ്റ് നിങ്ങൾക്കുണ്ടോ? വീണ്ടും അല്ലെ ചോദ്യങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അല്ലെ? അതുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തില്ല അല്ലെ? പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങണം ഈ സാധനം. അപ്പൊ എന്താ വാങ്ങാത്ത? അസറ്റ് ഇല്ലാത്തതിന്റെ കാരണം എന്താ? അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തതാണ്, ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തില്ല? ഫിനാൻഷ്യൽ വെൽത്ത് ഉള്ളവർക്ക് പണിക്ക് പോണോ? വേണ്ട. അതുകൊണ്ട് എന്തില്ല? സമയമില്ല. ഓട്ട. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരം വെളുക്കും തോറും രാത്രി ആവുന്നത് അറിയാം. കാരണം നിങ്ങൾക്ക് സമയമില്ല. ഇപ്പൊ ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത് അവര് എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയാം. ഇപ്പൊ ഇരിക്കുമ്പോ നിങ്ങൾ മുള്ളുമല എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ അല്ലെ? സമയമില്ല. അപ്പൊ പണമില്ലെങ്കിൽ എന്തില്ല? സമയമില്ല. അതോടൊപ്പം മറ്റൊരു അസറ്റാണ് ഫിസിക്കൽ വെൽത്ത്. എന്താ? ആരോഗ്യമില്ലാത്തൊരു ശരീരം അല്ലെ? അസുഖമില്ലാത്തൊരു ശരീരം ഉണ്ടോ നിങ്ങൾക്ക്? അതിനെന്ത് വേണം? അതിനും ഇന്ന് പുതിയ ഒരുപാട് സയൻസിന്റെ പുരോഗതികൾ വന്നിട്ടുണ്ട് അല്ലെ? അസുഖങ്ങൾ വരാതിരിക്കാൻ അല്ലെ? അതും എന്താണ്? അതിനും പൈസ ചെലവുണ്ട്. ഇപ്പൊ വേണ്ട, നമുക്ക് പറഞ്ഞ ചന്ദ്രത്തോപ്പിൽ ഞങ്ങളുടെ റിസോർട്ട് ഉണ്ട്. ഇവിടെ ഒരു വർഷത്തിൽ 15 ദിവസം താമസിച്ചാൽ നിങ്ങൾക്ക് അസുഖങ്ങള് ഒരു പരിധി വരെ വരില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രായം ഇതേപോലെ നിലനിൽക്കും. പക്ഷേ അവിടെ താമസിക്കണമെങ്കിൽ പെർ ഡേ 20,000 രൂപ. അപ്പൊ ഒരു 15 ദിവസത്തേക്ക് എത്ര രൂപ? 3 ലക്ഷം രൂപ വേണം. നിങ്ങൾ ആരെയും ഒന്ന് താമസിക്കാം? ഇല്ല, ഒറ്റ പറഞ്ഞു. കാരണം എന്താ? കാശില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല? ഫിസിക്കൽ വെൽത്ത് ഇല്ല. അതുകൊണ്ട് എന്തില്ല? സോഷ്യൽ വെൽത്ത് അല്ലെ? നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സ്ഥാനം എന്തുണ്ട്? എക്സാമ്പിൾ ആയിട്ട് മധുചേട്ടാ, നാളെ പെട്ടെന്ന് ഒരു 10 ലക്ഷം ആവശ്യം വന്നു. ഓക്കെ, അർജന്റാ, മറ്റന്നാൾ തിരിച്ചു കൊടുക്കാം. ആരോട് ചോദിച്ചാൽ തരും? നമുക്കൊരു 10 ലക്ഷം രൂപ പെട്ടെന്ന് ആവശ്യം വന്ന് കടം ചോദിച്ചാൽ ആന്റി ചേച്ചി ആര് തരും? അല്ല, ആരെങ്കിലും വേണം നമുക്ക് അല്ലെ? അത്തരത്തിൽ അസറ്റ് നിങ്ങൾക്കുണ്ടോ? അതായത് സമൂഹത്തിൽ ഒരു സ്ഥാനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ വെൽത്ത്. അടുത്തൊരു വെൽത്താണ് മെന്റൽ വെൽത്ത്. അതുകൊണ്ട് നമുക്ക് എന്തില്ല? മാനസികമായിട്ടുള്ള സന്തോഷവും നമുക്കില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 10 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. ഒന്ന്, ആർ യു സ്ട്രഗ്ലിംഗ് ഓർ സ്റ്റേബിൾ? ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളുണ്ട്. 2, നിങ്ങളുടെ ഓക്കേഷൻ എത്രയുണ്ട് അല്ലെ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ പറ്റുമെങ്കിൽ അല്ലെ? ഓക്കേഷൻ, അതും പ്രശ്നം. 3, റൺവേയിൽ നിങ്ങൾ വെന്റിലേറ്ററിലാണോ ICUലാണോ സ്ട്രെങ്ത് ആണോ ചോദിച്ചു. ദെൻ അടുത്ത ചോദ്യം, നിങ്ങൾ 4 ക്ലാസ്സിൽ എവിടെയുണ്ട്? ലോ ക്ലാസ് ആണോ, മിഡിൽ ക്ലാസ് ആണോ, ഹൈ ക്ലാസ് ആണോ, അല്ലെ പ്രീമിയം ആണോ? അടുത്തത്. ദെൻ അടുത്ത ചോദ്യമാണ്, നിങ്ങളുടെ മാസ വരുമാനം 3,33,333 കൂടുതലുണ്ടോ? അത്രയുണ്ടോ? അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ വെൽത്ത് ഉണ്ടോ? ടൈം വെൽത്ത് ഉണ്ടോ?
നിങ്ങൾക്ക് ഫിസിക്കൽ വെൽത്ത് ഉണ്ടോ, സോഷ്യൽ വെൽത്ത് ഉണ്ടോ, മെന്റൽ വെൽത്ത് ഉണ്ടോ? ഈ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ് ആക്കണ്ടേ, വേണ്ടേ? ഓക്കേഷ് കൂട്ടണ്ടേ, ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വേണ്ടേ, ആരോഗ്യമില്ലാത്തൊരു ശരീരം വേണ്ടേ, അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 10 ചോദ്യങ്ങൾക്കും ഇപ്പോ റെഡ് മാർക്കായി? എന്തുകൊണ്ടായി? നമ്മള് മുമ്പ് എന്നോ എടുത്തൊരു തീരുമാനം സബിത പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലിയായി, അല്ലെ, ജോലി വേണമെന്നൊരു തീരുമാനം. സബിതയുടെ ആക്ഷൻസ് എന്താ? എല്ലാ ദിവസമുള്ള ആക്ഷൻ എന്താ? രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെ? എവിടെ ജോലി? തൃശ്ശൂർ, അല്ലെ? തൃശ്ശൂർക്ക് എന്ത് ചെയ്യും? എങ്ങനെ പോണത്? ട്രെയിനിന്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു, ട്രെയിനിൽ കയറുന്നു, തൃശ്ശൂർ ജോലിക്ക് പോകുന്നു, അവിടെ ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ തീരുമാനം ഗവൺമെന്റ് ജോലി, ആക്ഷൻ ജോലിക്ക് പോവാ, ഹാബിറ്റ് അത് ശീലമായിട്ട് മാറി. അതിന്റെ റിസൾട്ട് ആണ് സബിതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 40,000 രൂപ. എന്നിട്ട് എന്ത് നേടി? അതാ ചോദ്യം, അല്ലെ? അപ്പൊ തെറ്റിപ്പോയത് എവിടെ? അതായത് തീരുമാനത്തിൽ, ആ തീരുമാനമെടുത്തതിൽ നമ്മൾക്ക് തെറ്റിപ്പറ്റിപ്പോയി. റെഡിയല്ലേ? നമ്മൾ എന്നോ എടുത്തൊരു തീരുമാനം നമ്മൾ ജീവിതത്തെ താറുമാറാക്കി. ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നെഗറ്റീവായി പോയി, അല്ലെ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? പോട്ടെ, അല്ലെ? ഈ തീരുമാനത്തെ നമ്മളൊന്ന് ക്രമീകരിക്കണം, പുനഃക്രമീകരണം. അതിനെന്ത് ചെയ്യണം? ആ തീരുമാനത്തിന്റെ മുകളിൽ പ്രിൻസിപ്പിൾസ്, പുതിയ, അല്ലെ, ഉൾക്കാഴ്ച ഒന്ന് ചിന്തിക്കാൻ. നിങ്ങൾ എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്, അല്ലെ? എനിക്ക് വേണ്ടത് 3 ലക്ഷമായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ എന്തിന് 50,000 1 ലക്ഷം ജോലിക്ക് പോയി? അതിനെന്ത് ചെയ്യണം? പുതിയ അവസരങ്ങൾ എന്തുണ്ട്? എനിക്കും വേണം 3 ലക്ഷത്തിന് മേലെ എല്ലാ മാസവും. അത് ഞാൻ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയുള്ള അവസരങ്ങൾ കേട്ട്, അതിനെപ്പറ്റി പഠിച്ചിട്ട്, അതിനെ പ്രിൻസിപ്പിൾസ് ആക്കി, അതിനെ നമ്മുടെ തീരുമാനങ്ങളാക്കി, അതിന്റെ ആക്ഷൻ എടുത്ത്, അത് ഹാബിറ്റ് ആക്കി, അതിന്റെ റിസൾട്ടുകൾ നമുക്ക് നേടാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ എവിടെ തെറ്റില്ലേ? എവിടെയോ എന്ന് നമുക്ക് പാളിപ്പോയി. അപ്പൊ നമ്മൾക്ക് പഠിക്കേണ്ട ഒന്നാണ് ഫ്രീഡം ഫോർമുല. കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ഫോർമുല? എന്താ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ, all variables are connected, that is formula, അല്ലെ? അപ്പൊ നമ്മൾക്ക് പറ്റിയ തെറ്റ് ഒന്ന്, നമ്മളെല്ലാവരും പഠിച്ച് ജോലിക്ക് പോയി, അതിന് വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻസ്. നമ്മളുടെ സമയം വിറ്റ് പണം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ആ പ്രവൃത്തിയുടെ പേരാണ് ഓപ്പറേഷൻസ്. അവിടെ ഒരിക്കലും ഫ്രീഡം ഇല്ല. ജോലിക്ക് പോയിട്ടോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്തില്ല, അവിടെ നമ്മൾക്ക് എന്തില്ല? ഫ്രീഡം ഇല്ല. അപ്പൊ നമ്മിപ്പോ സബിത എവിടെയാണ്? ഓപ്പറേഷൻസാ. ഞാൻ പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കില്ല, അല്ലെ? 1 മാസം ജോലിക്ക് പോയാലും ശമ്പളം കിട്ടുമോ? കിട്ടില്ല, അല്ലെ? അപ്പൊ നമ്മൾ എവിടെയാണ്? ഓപ്പറേഷൻസില്ല. അപ്പൊ പറയുന്നത് ഓപ്പറേഷൻസിൽ നിങ്ങൾ ചെയ്തോ, അതിൽ നിന്ന് നല്ലൊരു തുക അവിടെ എന്ത് ചെയ്യണം? ആർക്കിടെക്ചർ പൈസ. നിങ്ങൾക്ക് ആ ജോലിക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ നിന്നുണ്ടാക്കുന്ന സബിതയ്ക്ക് 3 ലക്ഷത്തിന് മേലെ ശമ്പളം ഉണ്ടെങ്കിൽ ചെലവ് 40,000, ബാക്കി എത്രയുണ്ട്? 3 ലക്ഷം എവറേജ് ബാക്കിയുണ്ടല്ലോ. ആ 3 ലക്ഷം എന്ത് ചെയ്യണം? ആർക്കിടെക്ചർ, ഒരു സിസ്റ്റത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? സബിതയും ജോലിക്ക് പോകണം, നമ്മുടെ പണവും, അല്ലെ, ഒരു സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ വന്നത് കൂടുതൽ പണമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു സമ്പന്നാവാം. എങ്ങനെ? നമ്മൾ പൈസ ഉണ്ടാക്കിയോ, ജോലിക്ക് പോയിക്കോ, പക്ഷെ എന്ത് ചെയ്യണം? അതിന് ഒരു സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ സിസ്റ്റം എന്താ? വയനാട് ഏക്കർ കണക്കിന് സ്ഥലം, ഒരുപാട് തൊഴിലാളികൾ രാവിലെ എഴുന്നേൽക്കുന്നു, അവിടെ പണിക്ക് പോകുന്നു. ഇപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്, അല്ലെ? ഇന്ന് കൃഷി ഒരുപാട് ചീര ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചീര അവിടെ എന്ത് ചെയ്തു? കടയിൽ കൊടുത്തു, പൈസ കിട്ടി. ആർക്കുള്ളതാണ്? ഇതിന്റെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായവർക്ക്, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്ക്. ഇനി ബിസിനസ്സുകാർക്ക് പണമില്ലാത്തവർ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത്ര പണമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, പൈസ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ആർക്കിടെക്ചർ, ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പണം ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് പഠിച്ചെടുക്കേണ്ടത്. എന്ത് ഫോർമുല? എന്ത് ഫ്രീഡം? ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെ? ആ ഫോർമുലയാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം എന്താണ് എന്താണ് ഫ്രീഡം ഫോർമുല. യെസ്,
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി. നിങ്ങൾക്ക് എന്തറിയാം? പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്തറിയില്ല? മോർ മണി. എത്ര പണം വേണമെന്ന് പറഞ്ഞ്? ചെറിയ രീതിയിലെങ്കിലും ജീവിക്കണമെങ്കിൽ 3,33,300. അപ്പൊ നിങ്ങൾക്ക് എന്തറിയില്ല? ഹൗ ടു മേക്ക് മോർ മണി. രണ്ടാമതാണ് ഹൗ ടു കീപ് മണി. വന്ന പണത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നറിയില്ല. അല്ലെ? നമ്മൾ എത്ര പണം ഉണ്ടാക്കി? ഈ ഉണ്ടാക്കിയ പണിക്ക് പൈസക്ക് എവിടെ പോയി ചേച്ചി? എവിടെ പോയി? ചില വായിൽ പോയി. പോയി. അപ്പൊ നമുക്ക് എന്തറിയില്ല? പൈസയെ സംരക്ഷിക്കാൻ നമുക്കറിയില്ല. അടുത്തതാണ് ഹൗ ടു മൾട്ടിപ്ലൈ. വന്ന പൈസയെ ഇരട്ടിപ്പിക്കാനും നമ്മൾക്കറിയില്ല. അപ്പൊ ഇന്ന് നമ്മുടെ 10-15 മിനിറ്റ് കൊണ്ട് തീർക്കുകയാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് നോക്കാം ഹൗ ടു മേക്ക് മോർ മണി. അതായത് ഒരു സമ്പന്നനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്ത് എന്ത് വേണം? 3,33,000. സമ്പന്ന കോടീശ്വരനാവാനോ? കോടീശ്വരൻ എത്ര വേണമെന്ന് പറഞ്ഞേ? മാസം 10 അല്ലെ? ഒരു വർഷം 1 കോടി അല്ലെ? അപ്പൊ ഒരു മാസം 10 ലക്ഷം രൂപ വെച്ച് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റണം അല്ലെ? എല്ലാ മാസം നമ്മൾ ഒരു മാസം 10 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വർഷം എത്ര രൂപ? 1 കോടി 20 ലക്ഷം. 20 ലക്ഷം രൂപ ചെലവായി പോട്ടെ, ബാക്കി 1 കോടി രൂപയുണ്ട് അല്ലെ? എങ്ങനെയാണ് അപ്പൊ കോടീശ്വരനാവേണ്ടത്? അപ്പൊ കോടീശ്വരന് വേണ്ടി മാസത്തിൽ ഉണ്ടാക്കണം 10 ലക്ഷം രൂപ. എങ്കിൽ ഇങ്ങനെ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു, ഇതേ ഹോളില് അമ്മ സംഘടനയുടെ മീറ്റിംഗ് നടത്തി. അതിൽ ഏകദേശം 500ഓളം മെമ്പേഴ്സ് അതിലുണ്ട്. അതിൽ 200 മേലെ ആളുകളും ഈ ഒരു പണം ഉണ്ടാക്കുന്നില്ല. അവരെങ്ങനെ പൈസ ഉണ്ടാക്കണം? മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, എങ്ങനെ പൈസ ഉണ്ടാക്കണം? അവരുടെ സ്കിൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിന് 3 കാര്യങ്ങളാണ്. ഒന്ന്, താഴെ കണ്ടോ, ഹൈ ഇൻകം സ്കിൽ. നമ്മുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം അല്ലെ? യേശുദാസ് എങ്ങനെ 10 ലക്ഷം രൂപ മാസം ഉണ്ടാക്കണം? പാട്ട് പാടിയിട്ട്. ചിത്ര എങ്ങനെ പൈസ ഉണ്ടാക്കണേ? പാട്ട് പാടിയിട്ട്. നമുക്കും പാട്ട് പാടാൻ അറിയില്ലേ? നമ്മൾ പാടും. എവിടെയാണെന്നറിയോ? താമസമെന്തേ അല്ലെ? നമ്മൾ പാടും, അതങ്ങ് ബാത്റൂമില്ല അല്ലെ? പക്ഷേ യേശുദാസിനെ പോലെ പാടാൻ അറിയാവുന്ന ചോദ്യം. ചിത്തല്ലേ? അപ്പൊ നമുക്ക് എന്തുണ്ട്? 10 ലക്ഷം ഉണ്ടാക്കാം. അപ്പൊ എന്ത് ചെയ്യണം? സ്കിൽ. നമ്മുടെ കഴിവിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. പോട്ടെ, നിങ്ങൾ സ്റ്റീഫൻ ദേവസി അറിയോ? 13 ലക്ഷം ഒരു പ്രോഗ്രാം അറിയോ? സ്റ്റീഫൻ ദേവസി ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഒരു കീബോർഡ്, അതിന്റെ പേരെന്താ? ഗിത്താർ, എന്തെങ്കിലും അവിടെ. ഇത് സ്റ്റേജിൽ കയറുന്ന മുമ്പ് 2 ചെക്കും ഇങ്ങനെ ഉള്ളിൽ പുള്ളി അല്ലെ 13 ലക്ഷം രൂപ കൊടുക്കണം. എങ്കിൽ അതിന് പാട്ട് പാടാൻ പഠിക്കണം വേണ്ടല്ലോ? എന്ത് ചെയ്താൽ മതി? നോർത്തിൽ സാധനം കിട്ടും സാറേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നോർത്തിൽ പോയിട്ട് ഈ സാധനം മേടിച്ചാ എന്റെ പരിപാടി എന്ന് പറഞ്ഞു 10 ലക്ഷം പഠിക്കാൻ കിട്ടും. അതും നമ്മൾ പഠിക്കണം അല്ലെ? എന്തും സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ. എക്സാമ്പിള്, ഇവിടെ 2 തബല കൊണ്ടുവച്ചു. ഈ തബല കൊണ്ടുവന്നിട്ട് തബലിസ്റ്റ് ഒന്ന് കൊട്ടും നല്ല രീതിയിൽ അല്ലെ? അല്ലെ? നല്ല രീതിയിൽ കൊട്ടും. നമ്മളോട് കൊട്ടാൻ പറഞ്ഞാലോ അല്ലെ? ഇത് വേറെ ടൈപ്പ് ആയിട്ടും. അപ്പൊ നമുക്ക് എന്തറിയില്ല? തബല കൊട്ടാൻ അറിയില്ല. അപ്പൊ നമ്മൾ എന്തില്ല, എന്ത് കാര്യം പഠിച്ചാലും നമുക്ക് അത് തരും. അപ്പൊ നമ്മുടെ കുഴപ്പം എന്താ പറ്റിയ? നമ്മള് ഹൈ ഇൻകം കിട്ടുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തില്ല. പക്ഷെ ഇനി അവസരമുണ്ട്. ചിത്ര ഏകദേശം കുറച്ച് സമയം വരെ പാട്ട് നിർത്തി, യേശുദാസ് നിർത്തി. ആ ഗ്യാപ്പിൽ കയറി പാടിയാലോ? ആ ഗ്യാപ്പിൽ കയറി ഒരു പിടുത്തണ്ട് പിടിച്ചാലോ? പറ്റുമോ? നോർത്തിൽ പോയിട്ട് മറ്റേ സാധനം മേടിച്ചോന്നാണ് ഏത് ഞെക്കാൻ പറ്റുമോ? നമുക്ക് എന്തറിയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് ഉപേക്ഷിക്കാം. അപ്പൊ കോടീശ്വരർ എന്തില്ല? 10 ലക്ഷത്തിന് ഈ പറഞ്ഞ പണിയൊന്നും പറ്റില്ല. മഞ്ജു വാര്യർ അഭിനയം നിർത്തുന്നൊക്കെ കേട്ടു. ആ ഗ്യാപ്പ് നോക്കിയാലോ? അതും പ്രശ്നമുണ്ട് അല്ലെ? പിന്നെ എന്തുണ്ട്? അപ്പൊ സ്കിൽ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലായി. രണ്ടാമത്തതാണ് സ്കെയിലബിൾ ബിസിനസ് പ്രോഫിറ്റ്.
അതായത് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എല്ലാ മാസവും 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം തുടങ്ങിയാലും കോടീശ്വരനാകും. പറ്റുമോ? അതിനും ഒരുപാട് പൈസ കയ്യിൽ വേണം. ഏത് ബിസിനസ് ചെയ്യുന്നു പഠിക്കണം, അല്ലെ? അതൊക്കെ ഇനി ഒരുപാട് കടമ്പ് കിടക്കണം. അപ്പൊ അതും വെച്ചില്ല. മൂന്നാമത് ഒരേ ഒരു വഴിയുള്ളൂ, ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? അതായത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടും 10 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപ സമ്പന്ന 3 ഓപ്ഷൻസ് ആണ്. ഒന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, 2 സ്കെയിൽ, അല്ലെ, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം, 3 ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നല്ല ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 10 ലക്ഷം രൂപ. എക്സാമ്പിള്, നമ്മുടെ 2 കോട്ടേജ് വാങ്ങി. ഓക്കെ, നമ്മുടെ 2 കോട്ടേജ് വാങ്ങിക്കഴിഞ്ഞാൽ 12 ലക്ഷം മാസം വാടക. ചെലവെല്ലാം കഴിച്ച് ബാക്കി എത്ര ഉണ്ട്? ഏകദേശം 8-10 ലക്ഷം, അല്ലെ? അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു സമ്പന്നാവാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഹൗ ടു മൾട്ടിപ്ലൈ, മീൻസ് ഹൗ ടു മേക്ക് മണി എന്ന് പറയുമ്പോൾ. രണ്ടാമതാണ് ഹൗ ടു കീപ് മണി. നമ്മുടെ കയ്യിലേക്ക് വന്ന പണത്തെ ഇങ്ങനെ ചെയ്താലും വേണമെങ്കിൽ കൈ നോക്കാന്നേ, അല്ലെ? അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം, നമ്മൾക്ക് മാസം കിട്ടുന്ന തുക, സുല്ലേ, മാസം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു തുക 1 ലക്ഷം രൂപ സുനിൽ വരുമാനത്തിലായിരിക്കും. ഇപ്പൊ കയ്യിലൊന്നുമില്ലല്ലോ, ഇല്ല. എങ്ങനെയാണ് ഈ പൈസയെ കീപ്പ് ചെയ്യുന്നത്? ഇതിന് പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും 5 ബക്കറ്റുകളില് നമ്മൾ ഉണ്ടാക്കുന്ന തുക മാറ്റിവെക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ബക്കറ്റിന്റെ പേരാണ് നെസസിറ്റി ബക്കറ്റ്. അതായത് 1 ലക്ഷം രൂപ മാസം ഉണ്ടെങ്കിൽ അതിൽ 60,000 രൂപ എവിടെ വെക്കണം? ഏത് ബക്കറ്റിൽ ഇടണം? നെസസിറ്റി ബക്കറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലെ ചെലവുകൾ, കറണ്ട് ബില്ല്, പിള്ളേരെ ഫീസ്. ഏത് ബക്കറ്റിന് പോകണം? നെസസിറ്റി ബക്കറ്റ്. രണ്ടാമത്തെ ബക്കറ്റ് 10%. എന്തിനു വേണ്ടിയിട്ടാണ്? എമർജൻസി, അപകടമോ അസുഖമോ വന്നാൽ ഏത് ബക്കറ്റ് കയറണം? എമർജൻസി ബക്കറ്റിൽ. മൂന്നാമത്തെ ബക്കറ്റിൽ 10% ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്. നമുക്ക് പ്രായം വന്നു കഴിഞ്ഞാൽ, അല്ലെ, 60-70 വയസ്സ് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ബക്കറ്റ് വേണം? അപ്പൊ ഏത് ബക്കറ്റ് കയറണം? ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്. ദെൻ 10% ലേണിംഗ്, അല്ലെ? സബിത, എന്തുകൊണ്ട് 40,000 ശമ്പളം എന്നറിയോ? ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ വേറൊന്നും പിന്നെ പഠിക്കാൻ പോയില്ല, കിട്ടിയ പൈസ ചെലവാക്കി. ഗവൺമെന്റ് ജോലി ഏറ്റവും വലുത് എന്ന് കരുതി ഒറ്റ ജോലിയിൽ തന്നെ, അല്ലെ, സബിതയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? വീണ്ടും പഠിച്ച് അടുത്ത ജോലിക്ക് പോയിരുന്നു. എന്ത് ചെയ്തില്ല? 10% മാറ്റി വെച്ചില്ല, പൈസ ചെലവാക്കി. ആണോ? അപ്പൊ തീരുമാനം എവിടെ തെറ്റിപ്പോയത്? ജോലി കിട്ടിയപ്പോ ഇതാണ് വലുത്, പൊട്ടക്കിന്റെ തവള എന്ന് പറയുന്നത്. ഈ പൊട്ടക്കിന്റെ തവളക്ക് എന്താണെന്നറിയോ? ഒരു വരുമാനം കുറച്ച് കിട്ടുന്ന എന്തെങ്കിലും അതിന് പിന്നാലെ ഓടും. തവള വിചാരം എന്നറിയോ? ഈ കിണറാണ് എന്റെ ലോകം, ഈ കിണറാണ് ഏറ്റവും മനോഹരം. പക്ഷേ ആ കിണറിന്റെ അപ്പുറത്ത് വലിയ വിശാലമായ ഒരു സമുദ്രമുണ്ടെന്ന് ഈ തവളയ്ക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. സുല്ലേ, ഈ തവളയ്ക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. ശരിയല്ലേ? അല്ലെ? അപ്പൊ അതുകൊണ്ട് 10% എവിടെ വെക്കണമെന്ന്, അല്ലെ, നമ്മളുടെ ലേണി ബക്കറ്റിലേക്ക് മാറ്റി വെക്കണമായിരുന്നു. പിന്നെ ഒരു 10% ഫണ്ട് ബക്കറ്റ്. എന്തിനാ ഫണ്ട് ബക്കറ്റ്? സിനിമയ്ക്ക് പോകാനും ടൂർ പോകാനും ഡ്രസ് വാങ്ങാനും നമ്മൾക്ക് മാസം ലഭിക്കുന്ന ഈ ഫണ്ട് ബക്കറ്റിൽ കൈയിടാം. എന്റെ ചോദ്യം, ഇതിലിപ്പോ നിങ്ങളുടെ കയ്യിൽ എത്ര ബക്കറ്റ് ഉണ്ട്? അത് ചേട്ടാ, ഇപ്പൊ എത്ര ബക്കറ്റ് ഉണ്ട് കയ്യിൽ? ബാത്റൂമിൽ ഒരെണ്ണമുണ്ട്, കിച്ചണിൽ ഒരെണ്ണമുണ്ട്. നമ്മുടെ ബക്കറ്റ് അത്രയേ ഉള്ളൂ, അല്ലെ? പക്ഷേ ഇതാരും പഠിപ്പിച്ച് തരണമായിരുന്നു? സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തരുന്ന ടോപ്പിക് ആയിരുന്നു, മക്കളെ നിങ്ങൾ പണിയെടുത്താൽ ഇങ്ങനെ. പക്ഷേ ഇത് ടീച്ചർമാർക്കും അറിയില്ല. കാരണം ടീച്ചർമാരെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടത്തെ മുതലാളിമാർക്ക് ആരെ വേണം? തൊഴിലാളികളെ. എങ്കിൽ ഈ തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ. തൊഴിലാളികളെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ മക്കളെ എന്ത് വിട്ടു? മോനെ പഠിച്ച് നല്ലൊരു ജോലിക്കാരനാവണം, എന്നിട്ട് ഇവിടെ മറ്റുള്ളവരെ അടിമയായിട്ട് നീ പണിയെടുത്ത് ജീവിക്കണം. അവിടുന്ന് പഠിപ്പിച്ചെങ്കിലോ നന്നായി പോയനെ. പക്ഷേ ഇതാരും പഠിപ്പിച്ചില്ല. നമ്മുടെ ഗവൺമെന്റ് നയമാണ് ഇവിടെ 89% തൊഴിലാളികളുണ്ടെങ്കിൽ ഇവിടുത്തെ സമ്പദ്ഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ താറുമാറാവും. ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോ 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ എല്ലാവർക്കും തന്നോ? 15 ലക്ഷം രൂപ പ്രധാനമന്ത്രി തന്നിരുന്നെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറായി പോയേനെ. അന്ന് ഇത് പ്രധാനമന്ത്രി തയ്യാറായപ്പോ ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകൾ സമ്മതിച്ചില്ല. എന്താ കാരണം അറിയും? എക്സാമ്പിള്, ലോ ക്ലാസ്സുകളുടെ കയ്യില്
ഈ 15 ലക്ഷം കിട്ടിയാൽ എന്ത് ചെയ്യും? അവർ 1-2 കൊല്ലം പണിക്ക് പോവില്ല. അവര് പണിക്ക് പോകാതെ എന്തായാലും ഓട്ടോറിക്ഷ ആളെ കിട്ടും, തെങ്ങേറാൻ ആളെ കിട്ടും, സെർവന്റ് ആളെ കിട്ടും. ഇവിടെ മൊത്തത്തിൽ എന്ത് വെച്ചു? മൊത്തം പ്രശ്നമായി പോയത്. അതുകൊണ്ടാണ് അവർക്ക് ആ പണം കൊടുക്കാതിരുന്നത്. പ്രധാനമന്ത്രി നല്ല മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റിയെന്നറിയോ? ഈ ബക്കറ്റ് നമ്മൾക്ക് സ്കൂളിൽ നിന്ന് എങ്ങാനും പഠിപ്പിച്ചു തന്നു നിങ്ങൾ നന്നായി പോയത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ച സബിത ഇന്ന് 40 ജോലിക്ക് നിൽക്കില്ലെന്നേ. അപ്പോ ഇത് അന്ന് പഠിപ്പിക്കാതിരുന്നത് അവർക്ക് ഗവൺമെന്റ് നയമാണ് ഇവിടെ കൂടുതൽ തൊഴിലാളികളെ സൃഷ്ടിക്കുക. അപ്പോ നിങ്ങൾ എന്നെ അല്ലെ, നിങ്ങളെ തൊഴിലാളിയാക്കിയത് ആരാ? നിങ്ങളെ തൊഴിലാളിയാക്കിയത് ആരാ? സ്കൂൾ അല്ലെ? സ്കൂൾ ആര്? ക്യാപിറ്റലിസ്റ്റ് നയമാണ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ച് ജോലി. ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചത് നിങ്ങൾ ബിസിനസ്സുകാരനാണ്? മോനാരാണ്? പോലീസ്. അവിടെ എന്താണ്? ബാങ്ക്. ക്ലർക്ക്. ഇതെല്ലാം പറഞ്ഞു. ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞ ബിസിനസ്സുകാരാണ് പറഞ്ഞത് രീതി സംഭവിക്കാൻ വേണ്ട റിസ്ക് ആന്ന് പറയും. കാരണം എന്താ? ടീച്ചർമാർക്ക് വേണ്ടത് കൂടുതൽ തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പഠിക്കും. എന്തായാലും ഇങ്ങനെയായി അല്ലെ? ബക്കറ്റും ഇല്ല, ബക്കറ്റും കയ്യിലില്ല, പിന്നെന്തില്ല? 10 ലക്ഷം ഇല്ല, 3 ലക്ഷം ഇല്ല അല്ലെ? അപ്പൊ നമ്മൾക്ക് എന്താണ്? എങ്ങനെ ഹൗ ടു മൾട്ടിപ്ലൈ മണി? ഇതാണ് ഇതിലേക്ക് നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എങ്ങനെ കയ്യിലുള്ളതിനെ ഇരട്ടിപ്പിക്കാം. സമയം കടന്നു പോയില്ലേ അല്ലെ? ഇനി പറയേണ്ട വല്ല കാര്യമുണ്ടോ അല്ലെ? ഇനി നമുക്ക് കൂടുതൽ പഠിക്കാനും ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു പോയി. അപ്പൊ നമുക്ക് പഠിക്കാം ഹൗ ടു മൾട്ടിപ്ലൈ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടുത്തെ വിഭവശേഷിയെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഇവിടുത്തെ സമുദ്രത്തെയും നമ്മുടെ തടാകങ്ങളെയും മലനിരകളെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടെ പുതിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. യെസ്, വെൽക്കം ടു ജസ്പേഡ് ഇന്റർനാഷണൽ. എന്താണ് ജസ്പേഡ് ഇന്റർനാഷണൽ? നമുക്ക് നോക്കാം. ജസ്പേഡ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് കമ്പനി. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താണ് റിയൽ എസ്റ്റേറ്റ്? ഓക്കെ, വാട്ട് ഈസ് റിയൽ എസ്റ്റേറ്റ്? എന്താ റിയൽ എസ്റ്റേറ്റ്? റിയൽ എസ്റ്റേറ്റ് പറയുന്ന കാര്യം ഭൂമി വാങ്ങുന്നു, വിൽക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഭൂമി വാങ്ങി. ഇപ്പൊ എക്സാമ്പിള് കൊച്ചോസഫ് ചിറ്റിലപ്പിൽ എന്ത് ചെയ്തു? ഈ ഭൂമി വാങ്ങി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഭൂമി വാങ്ങിയിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിതു. അവിടെ എന്ത് ചെയ്തു? റെന്റ് ചെയ്തു. വാടക 5.5 ലക്ഷം രൂപ വാടക. 30 രൂപ വരണ്ട, വേണ്ട. എന്ത് കിട്ടി? എല്ലാ ദിവസവും എല്ലാ മാസവും കോടിക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ഓഡിറ്റോറിയം അദ്ദേഹത്തിന്റെ വരുമാനം. എന്ത് ചെയ്തു? ഭൂമി വാങ്ങി, അവിടെ ഒരു ബിൽഡിംഗ് പണിതു. യൂസഫ് അലിക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞ 2002 എടപ്പള്ളിയിൽ 18 ഏക്കർ ചതുപ്പ് നിറഞ്ഞ സ്ഥലം, എടപ്പള്ളി ജംഗ്ഷൻ. ആ ഭൂമി അദ്ദേഹം വാങ്ങി 40,000, 50,000, 2 ലക്ഷം രൂപയ്ക്ക് ഓരോ സെന്റിനും. അത് അദ്ദേഹം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? 55 ലക്ഷം രൂപ അതിന് വിലയിട്ട് ദുബായ് ഷെയ്ഖ് പോലുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് വിറ്റു 55 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ എന്ത് ചെയ്തു? ഭൂമി വാങ്ങി, ഭൂമി വിറ്റു. എന്നിട്ട് അതിലെന്ത് ചെയ്തു? അവിടെ ലുലുമാള് പണിതു. എന്നിട്ട് എന്ത് ചെയ്തു? റെന്റിങ്, വാടകയ്ക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇന്ന് അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റ് നഷ്ടത്തില്ല. പക്ഷെ എവിടെന്ന പൈസ കൂടുതൽ? ലോയ് ഫിലിപ്പ്, വാൻ യൂസൺ, ബർഗർ, ഒരുപാട് ബർഗർ ഷോപ്പ്, ഒരുപാട് ബർഗർ കിങ്, പിന്നെ മെക്ഡൊണാൾഡ്സ്, ഇത്തരത്തിലുള്ള ബ്രാൻഡ് കമ്പനികൾ അവിടെ വന്നു. അതിൽ നിന്നുള്ള വാടകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വരുമാനം. ക്ലിയർ ആയോ? ഇതേപോലുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടാകും അല്ലെ? അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിന് വരുമാനം കിട്ടുന്നത്. ഇതിൽ പറയുന്നത് എങ്ങനെ റിയൽ എസ്റ്റേറ്റിന് വരുമാനം കിട്ടും. ഒന്ന്, ഭൂമി വാങ്ങിയിട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് മറിച്ച് വിൽക്കാം. 2, ഭൂമി വാങ്ങിയിട്ട് അതിന് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം ചെയ്ത പോലെ എന്ത് ചെയ്യാം? പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കാം. 3, നാച്ചുറൽ റിസോഴ്സസ് അല്ലെ? ഇപ്പോ ചില ഭൂമികളുണ്ട്, ഇവിടെ എടപ്പള്ളിയിലുണ്ട് വറ്റാത്തൊരു കിണറുള്ള ഭൂമി. അതിൽ കോടികളെ പറയണം. കാരണം അദ്ദേഹം ഇവിടെ എല്ലായിടത്തും വെള്ളം വിറ്റ് ജീവിക്കുക. ഇവിടെയുള്ള മിക്ക സ്ഥലത്തും വെള്ളമില്ല. ആ കിണറ്റിൽ നിന്നാണ് ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4, സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ്. ഭൂമി വാങ്ങിയിട്ട് വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മുറിച്ചിട്ട് അതിലൂടെ പൈസ ഉണ്ടാക്കാം. അപ്പൊ ജസ്പേഡ് ചെയ്യുന്നത് ഇതിൽ 4 ഞങ്ങൾ കമ്പനി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
അപ്പോ അതില് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള പ്രൊജക്റ്റ് ആണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചേട്ടാ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് കേട്ടില്ല? ചന്ദനത്തോപ്പ് കേട്ടിട്ട്. ഇനി ചോദിക്കട്ടെ, 1 കിലോ മുന്തിരിക്ക് എന്താ വില? 200. ചന്ദനത്തിന് എന്താ വില? ചന്ദനത്തിന്റെ വില നമുക്കറിയില്ല. 1 കിലോ ചന്ദനത്തിന് 20,000 മുതൽ 26,000 രൂപ വരെയാണ് 1 കിലോ ചന്ദനത്തിന്റെ വില, അല്ലെ? അപ്പോ ചന്ദനത്തോപ്പിൽ താമസിക്കണം, മുന്തിരിത്തോപ്പിൽ താമസിക്കണം. എന്താണ് ചന്ദനത്തോപ്പി താമസിച്ച കിട്ട? എന്താണ് മുന്തിരിത്തോപ്പി താമസിച്ച കിട്ട? മുന്തിരിത്തോപ്പിൽ എന്തേ ഉള്ളൂ? കുറെ വീതിയിൽ ആൽക്കോൾ വിഷം, അല്ലെ? അതേസമയം ചന്ദനത്തോപ്പിലോ ഇതിന് 6 മാസം കഴിഞ്ഞ് വെള്ളം വേണ്ട, വളം വേണ്ട, ചുക്കും വേണ്ട. അതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഏറ്റവും വലിയ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചന്ദനം. അപ്പൊ 3000 ചന്ദന മരങ്ങളുള്ള ഈ ചന്ദനത്തോപ്പിൽ താമസിച്ചുകൊണ്ടും വാങ്ങിക്കൊണ്ടും നമുക്ക് 3 കാര്യങ്ങളാണ് കമ്പനിയുടെ പ്രധാനം ചെയ്യുന്നത്. 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 ലെഗസി, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വർഷത്തില് 15 ദിവസം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, അല്ലെ, അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ, നിങ്ങൾക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നു. ഇതിന്റെ റൂഫ് ടോപ്പ് കണ്ടില്ലേ? പുല്ല, അല്ലെ, ഗ്രാസ് വെച്ച് കവർ ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് നല്ല ഓക്സിജൻ അട്രാക്ട് ചെയ്ത് ഇതിന്റെ അകത്ത് മഡ് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല ഓക്സിജൻ, പ്യൂരിറ്റിയുള്ള ഓക്സിജൻ തരുന്നു. ഇപ്പൊ എറണാകുളത്തുള്ളവര് ശ്വസിക്കുന്ന ഓക്സിജൻ പ്യൂരിറ്റി ഉള്ളതാണോ? എന്താ ഡൽഹിയിൽ പഴയ വാഹനങ്ങൾ നിരോധിക്കണേ? ഓക്സിജൻ മലിനമായി തുടങ്ങി. അപ്പൊ ഇവിടെ താമസിച്ചാൽ 15 ദിവസം, 1 വർഷത്തിൽ താമസിച്ചാൽ അസുഖമില്ലാത്ത ഒരു ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്കുള്ള ഭക്ഷണം അടുത്തൊരു 12 ഏക്കറിൽ ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുകയാണ്, അല്ലെ? അവിടെ പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ്, ചിക്കൻ, ഫിഷ്, എഗ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ 15 ദിവസം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം. ഇന്ന് രാവിലെ കഴിച്ചത് വിഷം ഉള്ളതാണ്, ഇല്ലാത്തതാണ്? ഭക്ഷണം വിഷമുള്ളത് നമുക്കറിയാം, അല്ലെ? കാരണം പച്ചക്കറി എവിടെ നിന്ന് വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് പറിക്കുന്ന ചീര ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ഇവിടെ തന്നെ എന്ത് വേണം? കീടനാശിനി തെളിക്കണം, അല്ലെ? കീടനാശിനി തെളിക്കാൻ ഇവിടെ എത്തിയില്ല. അപ്പൊ എന്തുണ്ട്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം എന്താ? വിഷമുള്ളതാണ്, അല്ലെ? അപ്പൊ ആ വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ച് 1 വർഷത്തില് 15 ദിവസം താമസിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തെ ഒന്ന് ടോക്സിക്സിനെ റിമൂവ് ചെയ്ത് പുതിയൊരു മനുഷ്യനായിട്ട് വരാം. ഓക്കെ. അങ്ങനെ രണ്ടാമത്തത്, ബാക്കിയുള്ള 11 ദിവസം ഇത് വാടക കൊടുത്താലോ? പ്രീതി, നിങ്ങൾ ഒരു റിസോർട്ട് വാങ്ങി 15 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കാം. ബാക്കി 11 ദിവസം എന്ത് ചെയ്യാം? വാടകയ്ക്ക് കൊടുത്താൽ 15 ദിവസം വാടക, 15 ദിവസം വാടക 3 ലക്ഷം രൂപ. അപ്പോ 1 മാസം എത്രയായി? 6 ലക്ഷം രൂപ. അങ്ങനെ വരുമ്പോ 11 മാസം എത്ര രൂപ കിട്ടി? ഏകദേശം 70 ലക്ഷം രൂപയോളം നമുക്ക് വാടക കിട്ടുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി പൈസ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് കിട്ടി? ഹെൽത്ത് കിട്ടി, വെൽത്ത് കിട്ടി. ഇനി ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പോ എന്റെ ബിസിനസ് ഒരിക്കലും എന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സ്വന്തം ചെയ്യാൻ എന്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ, അല്ലെ? അപ്പൊ അതേപോലെ ലെഗസി നാളെ എന്റെ മക്കൾക്കും ഭാര്യയ്ക്ക് കൈമാറാൻ വേണ്ടി എന്തുണ്ട്? ലെഗസി. ഇത് 3ഉം ഒരേപോലെ ഇന്ന് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരൊറ്റ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അതിന്റെ പേരാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ്. അപ്പൊ ഹെൽത്ത് കിട്ടി, വെൽത്ത് കിട്ടി, ലെഗസി. ഞാനില്ലെങ്കിലും, അല്ലെ, എന്റെ കുടുംബത്തിന് ജീവിക്കാൻ ഒന്ന് ഇതേപോലൊന്ന് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലെ? ഒന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെ ബേബി, അല്ലെ? നല്ലതല്ലേ? ഒന്ന്, അല്ലെ? അനുചേച്ചി ഒരെണ്ണം വാങ്ങി, അല്ലെ? മതിച്ചേട്ടാ, അല്ലെ? എന്ത് കിട്ടി? ആരോഗ്യം കിട്ടി, പണിക്ക് കൊണ്ട് പൈസ കിട്ടി, വാടക കിട്ടി. പക്ഷേ ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? 1,50,00,000 രൂപ കയ്യിൽ വേണം. എല്ലാം പറഞ്ഞത് ഇഷ്ടമായി, പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ ഓക്കെ, അല്ലെ? 1.5 കോടി കയ്യിൽ വേണം, അല്ലെ? പക്ഷേ ഈ പ്രൊജക്ട് കഴിഞ്ഞ ഫെബ്രുവരി ഞങ്ങള് ഓൺ ചെയ്തു. 128 എണ്ണം ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. ഇനി 22 എണ്ണം ബാക്കിയുണ്ട്. അപ്പൊ ഈ ഒരു 30 കൂടി ഇതിന് തിരശ്ശീല വീഴും. ഇന്ന് വന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് ഇതൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്കും ഇതിന്റെ ഒരു ഓണർ ആവാം. പക്ഷെ
1.5 കോടി കയ്യിലില്ലാതെ എങ്ങനെ ഇതിന്റെ ഭാഗവാക്കാവാം? അല്ലെ? അപ്പൊ എല്ലാവർക്കും 1.5 കോടി പെട്ടെന്ന് വിൽക്കാനുണ്ടാവില്ല, അല്ലെ? അപ്പോ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇത് വാങ്ങണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ വിൽക്കാൻ തയ്യാറാവണം. എങ്ങനെ? വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ. എന്ത് വിൽക്കാൻ? ഇപ്പൊ ഉള്ള വീടും പറമ്പൊക്കെ വിറ്റിട്ട് അല്ല, അതൊക്കെ ഉദ്ദേശിച്ച് ഇത് വിറ്റുകൊണ്ടും പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങാന്നേ. അത് ഉച്ചയ്ക്ക് ശേഷം പറയാൻ വേണ്ടി പോകണം. അപ്പൊ എന്തെങ്കിലും വാങ്ങണം, അല്ലേ? ശീലജി, ഇത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിറ്റുകൊണ്ട്. എന്ത് വിറ്റുകൊണ്ട്? അപ്പൊ നമുക്ക് എന്ത് വിറ്റോ അത് പിന്നീട് നോക്കാം. അപ്പൊ ആദ്യം 1.5 കോടി രൂപ വരുന്നത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഇത് വാങ്ങി കിട്ടുന്ന ഗുണം എന്താ? 1, വാടക. 2, അതിന് കിട്ടുന്ന അതൊക്കെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? കൃഷി. 3, അപ്രീസിയേഷൻ, അല്ലെ? പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ ഇവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വാങ്ങിയിട്ട് വാടക കിട്ടിയില്ല, ചന്ദനത്തൊന്നും കിട്ടിയില്ല. ഞാൻ പറയും 2ഉം വേണ്ടത്. ഇത് 2 ഇല്ലെങ്കിലും 3ാമതാണ് ഏറ്റവും വലുത്. കാരണം ലാൻഡ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ കൊച്ചു കേരളം, ടോട്ടൽ കേരളത്തിന്റെ വിസ്തീർണം 96 ലക്ഷം ഏക്കർ. ഇനി കേരളത്തിൽ വിൽക്കാനായിട്ട് വെറും 10 ലക്ഷം ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ ശീലേച്ചി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ രാജ്യം ഏതായിരുന്നു? സ്കൂളിലെ പോലും പഠിച്ചു തന്നിട്ട് എന്നെ കണ്ടുപിടിച്ച് നോക്കുന്നത് ഏറ്റവും ജനസംഖ്യ രാജ്യം പറയാം ചൈനയായിരുന്നു, അല്ലെ? നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുടെ രാജ്യം ചൈനയായിരുന്നു. ഇപ്പൊ ഏത് രാജ്യം? ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യ ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാമതെത്തിയത്? ആര് കാരണ? പ്രീതി. നമ്മളൊക്കെ കാരണ, അല്ലെ? എനിക്ക് 3 മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? അപ്പോ ഇന്ത്യയെ ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാമതെത്തിക്കാൻ പ്രയത്നിച്ചവർക്ക് കൈയടിച്ച് കൈയടില്ലേ? ആ കാര്യത്തില് ചന്തുവിനെ തൊപ്പിക്കാനാവില്ല മക്കൾ എന്ന് പറഞ്ഞ പോലെ ആ കാര്യത്തിൽ നമ്മൾ ഒന്നാമതെത്തി. പക്ഷെ അതിന്റെ കുഴപ്പം എന്താണെന്നറിയാം? പിന്നെ പ്രശ്നം, ഇനി 10 ലക്ഷം ഏക്കർ മാത്രം ബാക്കിയുള്ളൂ. എനിക്ക് 3 ആമക്കള്, ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞു. ഇനി അവന്റെ പണി എന്താ? ഇത് തന്നെ പണി, അല്ലെ? അപ്പൊ എന്ത് പറ്റും? അവർക്ക് താമസിക്കാനുള്ള വീടുണ്ടാക്കുന്ന സ്ഥലമുണ്ടോ? ഇവിടെ വെറും 10 ലക്ഷം ഏക്കർ എന്ന് പറയും. 6-7 വർഷം കഴിയുമ്പോഴേക്കും തീരുമാനമാവും. ഇപ്പോ വയനാട്ടിൽ ഞങ്ങൾ ഭൂമി മേടിക്കാൻ പോയപ്പോ അവിടെ ഏക്കർ കണക്കിനേ ഉള്ളൂ. എറണാകുളത്ത് വരുമ്പോ സെന്റാ. പക്ഷേ ബാംഗ്ലൂർ പോയാലോ സ്ക്വയർ ഫീറ്റാ. UP-യിൽ പോയ സ്ക്വയർ ഫീറ്റ്, ബോംബെയിൽ പോയ സ്ക്വയർ ഫീറ്റ്. വേണ്ട, കൊച്ചി. ഈ കൊച്ചിയിൽ വരെ സ്ക്വയർ ഫീറ്റ് ആയി കഴിഞ്ഞു. കാരണം ഭൂമി ഇല്ലെന്നേ. അപ്പൊ ഇപ്പോ 1.5 കോടിക്ക് വാങ്ങിയ 5 സെന്റ് ഭൂമി 10-15 കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വിൽക്കാം? വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ അത് മാത്രം പറയും, വാടക പോട്ടെ, അല്ലെ? അത് മാത്രം പോലും 5 ഇരട്ടി 10 ഇരട്ടി വിലയ്ക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അത്രയ്ക്കും ഡിമാൻഡുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഭൂമി. അപ്പൊ ഇവിടെ 2 പൈസയെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. 2 മേഖലകളാണ് പറയുന്നത്. 1 ഭൂമി, 2 സ്വർണം. പക്ഷേ സ്വർണത്തിന് കുഴപ്പമെന്താണെന്നറിയാം? സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്വർണം കട്ടുകൊണ്ട് പോവും. സ്വർണം വിറ്റാ മാത്രമേ പൈസ കിട്ടൂ. അസറ്റാ. പക്ഷെ എന്തല്ല, സ്വർണം നമുക്ക് വരുമാനം നേടി തരുന്നില്ല. പക്ഷെ ഭൂമി ഇതാണെങ്കിലും കോട്ടേജ് ആണെങ്കിലും റിസോർട്ടിൽ എന്തുണ്ട്? ഡെയിലി വാടകയുണ്ട്, കൃഷി വരുമാനമുണ്ട്, വിറ്റാലും പൈസ ഉണ്ടെന്നേ, അല്ലെ? ഇനി മാത്രമല്ല, ഇത് കള്ളം കണ്ടുകൊണ്ട് പോകും. ഇപ്പൊ വയനാട്ടില് 20% റെഡ് സോൺ ഏരിയയുണ്ട്. ഞങ്ങളുടെ അടുത്ത് 80% ഗ്രീൻ സോണിലാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം ഒരു ലാൻഡ് സ്ലൈഡ് നടന്നു, അല്ലെ? അന്ന് ആ ഒരു ലാൻഡ് സ്ലൈഡില് പിറ്റേ ദിവസം ഒരു പെൺകൊച്ചിന്റെ കല്യാണത്തിന് 60 പവൻ സ്വർണം ആ വീട്ടിലുണ്ടായിരുന്നു. ആ ഭൂകമ്പത്തില് വെള്ളപ്പൊക്കത്തിൽ എന്ത് പോയി? ആ വീട് ഒലിച്ചു പോയി, സ്വർണ്ണം ഒലിച്ചു പോയി, ആ വീട്ടിലെ കാർ ഒലിച്ചു പോയി. പക്ഷേ ഒലിച്ചു പോകാത്തൊരു സാധനം അവിടെ ഉണ്ട്. എന്താണെന്നറിയാം? ഭൂമി. അപ്പൊ ഭൂമിയിലെ ഏറ്റവും സേഫ് ആയിട്ട് നമ്മുടെ പണത്തെ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയും. മുടക്കിയ പൈസക്ക് എപ്പോഴും ഭദ്രം. ഇപ്പൊ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ കുഴപ്പം? മുടക്കിയ പൈസ സേഫ് അല്ല.
അല്ലെ രാജൻ സാർ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു 50 ലക്ഷം രൂപ, യുദ്ധം വന്നു 12 ലക്ഷം പോയി. നമ്മൾ ഇറക്കിയ പൈസ സേഫ് അല്ലെന്നേ. മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, മറ്റുള്ള ഷെയർ ട്രേഡിംഗ് ആയിക്കോട്ടെ, അവിടെ എന്തില്ല, മുടക്കിയ പൈസ സേഫ് അല്ല. ഭൂമിയിലാണെങ്കിലോ മുടക്കിയ പൈസ എപ്പോഴും ഭദ്രമാണ്. ബാക്കി ലാഭത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഞാൻ പറയും, ലോകത്തിൽ സേഫ് ആയിട്ട് സെക്യൂരിറ്റിയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ, ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 27 വർഷമായിട്ട് ബിസിനസ് ചെയ്തു. 22 കൊല്ലമായപ്പോ 19 സൂപ്പർ മാർക്കറ്റുകൾ, 14 റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് കമ്പനി, ഇവന്റ് കമ്പനി, ഇതെല്ലാം ഞങ്ങള് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിറങ്ങാൻ കാരണം ഇത്രയ്ക്കും ഫ്യൂച്ചറുള്ള ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സും ഇത് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ബിസിനസ്. അതുകൊണ്ട് എന്താ ഗുണം? വാങ്ങുന്നവനും വിൽക്കുന്നവരെല്ലാം കോടീശ്വരന്മാരാണ്. വാങ്ങുന്നവരും വിൽക്കുന്ന എല്ലാവരും ഇന്ന് അഭിമാനത്തോടെ പറഞ്ഞു, ഫ്രണ്ടിൽ കയറുമ്പോ കാണാം നിരത്തിയിട്ടുണ്ട് പ്രീമിയം കാറുകൾ. ഇവിടെ ഒന്നുമല്ലാതെ വന്നവര് ധരിക്കുന്ന ലിൻസൺ എബിൻ 1.5 കോടി കടബാധ്യത വന്നതാ. ഫ്രണ്ടിൽ കിടക്കുന്ന 2 കാർ, ഒരു ഓടിയും ഒരു BMW. നേടിയത് എവിടെ നിന്ന്? ഇവിടെ നിന്ന് നേടിയതാ. 1.5 കോടി കടബാധ്യത വീട്ടി ഇന്ന് 30 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് നടത്തി 4 കാറുകൾ മുതലാളിമാരെ. ഓക്കെ, അത്തരത്തിൽ ആളുകളെ സൃഷ്ടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ലാഭം കിട്ടുന്ന ബിസിനസ് കൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. ചെറുത് പോരാ. അവിടെയാണ് മനസ്സിലായത്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, പ്രീമിയം വാങ്ങുക, ഹൈ റിട്ടേൺ കിട്ടുന്ന പ്രീമിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഇല്ലെങ്കിലോ വില കൂടിയിട്ട് വിൽക്കുക, പ്രീമിയം വിൽക്കുക. ഈ 2 കാര്യങ്ങളെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്താ ഇവിടെ എത്താത്ത? ഇവിടെ കുറെ പേര് നേരത്തെ വന്നു പറഞ്ഞു മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞു, കുറച്ചു പേര് തുണിക്കട. എന്തിനാ ഈ തുണിക്കട മൊബൈൽ ഷോപ്പൊക്കെ ചെയ്തിട്ട് എവിടെ എത്താനാണേ? ചെറിയ ലാഭം? നോ, വലുത്. അല്ലെ, വലുത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സമ്പന്നാവാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 22 കൊല്ലം ഉണ്ടാക്കാത്ത ഗ്രോത്ത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അതിന്റെ 100 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ ഞങ്ങൾ കൊണ്ട് വെച്ചെന്നുള്ളതാണ്. ക്ലിയർ ആയോ? അത് പഠിച്ച് മനസ്സിലായിട്ട് സൂപ്പർ മാർക്കറ്റ് അല്ല ഗ്രോത്ത്, കാറ്ററിംഗ് അല്ല ഗ്രോത്ത്, റെസ്റ്റോറന്റ് അല്ല ഗ്രോത്ത്, അതെല്ലാം റിസ്ക് പരിപാടിയാണ്. അതിന് കിട്ടുന്ന ലാഭം ചെറുത. അതുകൊണ്ട് വലുത് ഇവിടെ നാട്ടിൽ ഇപ്പൊ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം വരുന്ന 2030 കൂടി തന്നെ 25,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ജസ്പേറ്റ് ഇന്റർനാഷണൽ. അതോടൊപ്പം തന്നെ വരുന്ന 2030 കൂടി 10,000 സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി കൂടിയിട്ടാണ് ജസ്പേറ്റ് ഇന്റർനാഷണൽ. വരുന്ന 15 കൊല്ലത്തിനുള്ളിൽ 22,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പോകുന്ന കമ്പനിയാണ് ജസ്പേറ്റ് ഇന്റർനാഷണൽ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇവിടെ പല രീതിയിലും വളരെ സന്തോഷത്തോടെ പറയട്ടെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും അവാർഡ് നിങ്ങൾ കണ്ടു. ഇന്ന് മറ്റൊരു സന്തോഷം പറയാനുള്ളത്, വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി USA വെച്ച് നടക്കുന്ന ഫൊക്കാനോ എന്ന് പറയുന്ന അമേരിക്കൻ മലയാളി സംഘടനയുടെ ഏറ്റവും നല്ല ടൂറിസം കമ്പനിക്കുള്ള അവാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശിൽ നിന്നും ഞങ്ങൾ വാങ്ങിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം പറയാനുള്ളത്, നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും അവിടെ വെച്ച് നടക്കുന്ന ജവഹർലാൽ നെഹ്റു ദ ബെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കുള്ള അവാർഡ് ഞങ്ങൾ. അപ്പൊ ഇത് ലോകം അല്ലെ, എല്ലാവരും ഞങ്ങളെ നോക്കി ആദ്യം പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ട് ഒരുത്തനെ വകവയ്ക്കാതെ ഇന്നിവിടെ എത്തിയപ്പോ, ഇന്ന് ഏത് ഭരണസമിതി മാറി വന്നാലും ഞങ്ങളെ ആദരിക്കാത്ത ഒരു ഭരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയോട്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഈ കേരളത്തിൽ ഇത് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഞങ്ങളത് വിൽക്കും. അത് അമേരിക്ക കൊണ്ടിട്ടായാലും ശരി, അതൊക്കെ എവിടെ കൊണ്ടുപോയി ഞങ്ങളത് വിറ്റ് കാശാക്കും. ചോദ്യം, നിങ്ങൾക്ക് ഇത് വേണോ എന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. എങ്കിൽ നമുക്ക് നോക്കാം, ഇതിന് കിട്ടുന്നില്ല അല്ലെ. നമ്മൾ പറഞ്ഞു ഇതിൽ ഒരാൾക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ. 1.5 കോടി ഒരുമിച്ച് എടുക്കാനില്ലെങ്കിൽ പ്രീതി എന്ത് ചെയ്യാം? 1 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷമോ അല്ലെ, എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പാർട്ട്ണർ ആവാം. അപ്പൊ എന്താ ഗുണം? ഒറ്റയ്ക്ക് വാങ്ങിയാൽ, ഇപ്പൊ മന്ത്രിച്ചേട്ടൻ ഒറ്റയ്ക്ക് വാങ്ങി, അപ്പൊ എന്ത് കിട്ടി? 1.5 കോടി തന്നു. പേര് പകരം എന്ത് കിട്ടി? പകരം 1.5 കോടി തന്നു. തിരിച്ചെന്ത് കിട്ടി? ആധാരം കൈ കിട്ടിയില്ലേ? അപ്പൊ വല്ല പേടിയിട്ട സാധനം കൈ കിട്ടിയില്ലേ കൊടുത്ത പൈസ അല്ലേ. ഇനി കയ്യിൽ 10 ലക്ഷം ഉള്ളൂ. അപ്പോഴോ
ഇപ്പൊ നിങ്ങള് 15 പേരുണ്ട് ഈ മുൻനിരയിൽ, നിങ്ങൾ തീരുമാനിച്ചു 15 പേര് 10 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും കമ്പനി? നിങ്ങളുടെ 15 പേരുടെ പേരിലും ആധാരം ഈക്വൽ രജിസ്ട്രേഷൻ, കിട്ടുന്ന വാടകയോ ഈക്വൽ. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ഇത് വാങ്ങാം. അപ്പൊ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ആവറേജ് 4000 രൂപയ്ക്ക് ഫുൾ ഡേ പോയി കിട്ടുന്നത്. അതിന് ചെലവ് കഴിച്ചുള്ള ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസം 5-ാം തീയതി. ഇന്ന് അഭിമാനത്തോടെ പറയട്ടെ, വാടകയ്ക്ക് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ 6200 റൂമുകൾ വിറ്റഴിച്ച കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ആദ്യത്തെ കമ്പനി. 6200 20,000 രൂപയുടെ അക്കോമഡേഷൻ പാസുകൾ ആദ്യമേ വിറ്റഴിച്ചു, പ്രീ ബുക്കിംഗ്. അതിന്റെ വാടക അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഇന്ന് എത്ര മാസം കൊടുത്തെങ്കിൽ എത്ര മാസം കിട്ടി തീരുമാനിച്ചു? എത്ര മാസമായി? ഫെബ്രുവരി തുടങ്ങി വാടക കിട്ടി തുടങ്ങിയതേ. ഒന്ന് എഴുന്നേറ്റ്, വാടക എല്ലാ മാസം അക്കൗണ്ടിൽ കിട്ടുന്ന എഴുന്നേറ്റ് ഒരു കൈ ഒന്ന് എഴുന്നേറ്റ്. യെസ് യെസ്, എല്ലാ മാസവും വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ. യെസ്, ഓക്കെ. മഹേഷ്, ഈ വാടക കിട്ടുന്നതിൽ അവിടെ വയനാട്ടിൽ നിന്ന് പണിക്കാരൻ നോക്കണോ നിങ്ങള്? വേണ്ട. ഒരു സിസ്റ്റം, അതാ പറഞ്ഞത്, അവിടെ കമ്പനി ഒരു സിസ്റ്റം ബില്ല് ചെയ്തിട്ട് എല്ലാ മാസം 5-ാം തീയതി ഒരു മെസ്സേജ് കേൾക്കാം. അല്ലെ മഹേഷ്? എല്ലാ മാസം 5-ാം തീയതി ഒരു മെസ്സേജ് കേൾക്കാം, എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ലാഭം. അത് കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എന്റെ മഹേഷ്, അത് വേറെ. മഹേഷ്, ഇത് എത്ര കൊല്ലം കിട്ടുന്നത്? ജീവിതകാലം മുഴുവൻ ഈ ഫോൺ നമ്പർ മഹേഷ് ഇല്ലാതെ വന്ന് ആര് കൊടുക്കണം? ഭാര്യക്ക്. ഭാര്യ ഇല്ലാതെ മക്കൾക്ക് ആ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയി? യെസ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് സാൻഡൽവുഡ് പ്ലാന്റേഷൻ. ഇത് മറ്റേത് എത്ര പൈസ ഏറ്റവും കുറഞ്ഞതാണ് റിസോർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ? 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ വേണം. ഇതിലാണെങ്കിലോ ഇതിന്റെ ടോട്ടൽ പ്രോഡക്റ്റ് 25 ലക്ഷം രൂപയാണ്. ഇതെന്ത് ചെയ്യാം? ഇത് മിനിമം വാങ്ങാം. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ 20,000 രൂപ മാസം പലിശയില്ലാതെ 125 തവണകളായിട്ട് അടച്ചുകൊണ്ടും ഈ 5 സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങാം. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ പലിശയില്ലാതെ ഭൂമി വിൽക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് കൈയടിച്ച് അടിച്ചു. വെറുതെ അല്ലെ? ആരും ഇങ്ങനെ അല്ലെ? അപ്പൊ ആലോചിച്ച് നോക്കിയാൽ പതിച്ചേട്ടാ 20,000 രൂപ അടച്ചു 125 മാസം. ഇത് കഴിയുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മരം കെട്ടാനായി. അപ്പോഴത്തെ എന്ത് കിട്ടി കയ്യില്? 2 കോടി മുതൽ 5 കോടി രൂപ വരെ. നമ്മൾ അടക്കുന്നുണ്ടോ? മാസം അറിയാതെ ഒരു 20,000 രൂപ അടക്കുമ്പോൾ നമ്മൾക്കും 1 കോടി. ഇപ്പൊ മതിച്ചേട്ടന് ആഗ്രഹമുണ്ട്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വേണമെന്ന് വിചാരിക്കും, ഒരു ബെൻസുകാർ വേണം. പറ്റോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? എന്ത് ചെയ്യാം? മാസം 20,000 രൂപ അടക്കുമ്പോൾ 10 മുതൽ 15 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കും നല്ലൊരു വീട് വാങ്ങാം, നല്ലൊരു കാർ വാങ്ങാം, മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാം, അവരെ നല്ലത് കെട്ടിച്ചയക്കാം. പിന്നെയോ നിങ്ങൾ അല്ലെ, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ സാധനം മതി. അല്ലെ? പറയും ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറഞ്ഞ പോലെ വെറും ഒരു 20,000 രൂപ മാസം മാറ്റിവെച്ചാലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഓക്കെ. ദെൻ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ് സാൻഡൽവുഡ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. മറ്റേതില് 2-3 വരുമാനാണെങ്കിൽ ഇതിൽ കുറച്ച് കൂടുതലാണ് ഫാം ടൂറിസം. അല്ലെ? 60 കോട്ടേജുകൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, ചിക്കൻ, എഗ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇതില് ഞാൻ വല്ലാണ്ട് പ്രസ് ചെയ്യുന്നില്ല. ഇനി ആകെ 6 കോടി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇതിന്റെ ഗുണം കുറച്ച് ലാഭം കൂടുതലായതുകൊണ്ട് ആളുകളെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തി 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. ഇത് വിറ്റ് തീരാൻ ഇന്നത്തോടുകൂടി ഇനി ബാലൻസ് 6 കോടി മാത്രമേ ബാക്കിയുള്ളൂ. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഓൾറെഡി ജസ്റ്റ് പെയ്ഡ് ഫ്രാഗ്രൻസ് LLP എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് ഈ 12 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുള്ളത്. ഇത് ഓരോരുത്തരും വാങ്ങുമ്പോൾ നിങ്ങളുടെ പേരിൽ ഈ കമ്പനിയുടെ ഷെയറാക്കുന്നു. അതിന്റെ ഈ ഭൂമി എന്ന് വെച്ചാലും അത് നിങ്ങളുടെ സാങ്ഷൻ ആയിട്ട് പറ്റില്ല, നിങ്ങളുടെ കൂടെ പേരിലുള്ള ഭൂമിയായിരിക്കും. അതിൽ നിന്നുള്ള വരുമാനം അപ്രോക്സിമേറ്റ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 15 കൊല്ലം കൊണ്ട് കിട്ടുന്ന ഒരു തുക മന്ത്ലി 7,000 രൂപ ആവറേജ് ലഭിക്കാനുള്ള സാധ്യത കൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അത് ഞാൻ ഇന്നിവിടെ 3 അവസരങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിലും വലുതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെ? ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ബിഗ് ടിവിയിൽ ഒരു ന്യൂസ് വന്നിരുന്നു. ഇന്ന് നമ്മുടെ കേരളം, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം, അതായത് ഹോസ്പിറ്റലുകളിൽ
വരുന്ന വേസ്റ്റുകൾ, ഹോസ്പിറ്റലിൽ വരുന്ന ബ്ലഡ്, രോഗികളുടെ ശരീരഭാഗങ്ങൾ, അല്ലെ, ഇതെല്ലാം പഞ്ഞി, സിറിഞ്ച്, ഇതെല്ലാം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനെ എന്താ പറയാ, സംസ്കരിക്കാനുള്ള ഒരു സിസ്റ്റവും ഇന്ന് ഗവൺമെന്റിന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അഭിമാനപൂർവ്വം പറയട്ടെ, വേസ്റ്റിനെ 15 മിനിറ്റ് കൊണ്ട് മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി ഇന്ന് ലോകത്തിന് സമർപ്പിച്ച കമ്പനിയാണ് ജസ്പീഡ്. കേൾക്കാം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ടിവിയുടെ ആ ന്യൂസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് അസോസിയേഷന്റെ മലമ്പുഴ ഡാമിനടുത്തുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്നത് മനുഷ്യ ശരീര ഭാഗമടക്കമുള്ള മാലിന്യങ്ങൾ. മഴ കനക്കുന്നതോടെ ആയിരക്കണക്കിന് ടൺ ചീഞ്ഞ മാലിന്യം മലമ്പുഴ ഡാമിലേക്കും ഒഴുകിയെത്തും. ബിഗ് ടിവി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് മലമ്പുഴ ഡാമിനടുത്ത ഇമേജ് എന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കെട്ടിക്കിടക്കുന്നത് മൊത്തം കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ്. മഞ്ഞച്ചാക്കിൽ കെട്ടിക്കിടക്കുന്നതിൽ കത്തിച്ചു കളയേണ്ടവയാണ്. ചുവന്ന ചാക്കിൽ പൊടിച്ചതിന് ശേഷം മാത്രം സംസ്കരിക്കേണ്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. വെള്ളനിറത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത് സൂചികളാണ്, അതും പൊടിക്കണം. പക്ഷേ ഒന്നും നടക്കുന്നില്ല. 7 ഇൻസിനേറ്ററുകളിൽ 3 കേടാണ്. ബാക്കിയുള്ള 4 ഉപയോഗിക്കുന്നത് വളരെ അപൂർവം. ഇമേജിലെ മാലിന്യ സംസ്കരണം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. മഴ വരുന്നതോടുകൂടി ഈ മാലിന്യങ്ങൾ നേരെ മലമ്പുഴ ഡാമിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. മനുഷ്യ മാലിന്യം വെള്ളത്തിൽ കലർന്നാൽ അത് കുടിക്കുന്നവർക്കും തൊടുന്നവർക്കും കുളിക്കുന്നവർക്കും എല്ലാം തന്നെ വിവിധ തരം അസുഖങ്ങൾ ഉണ്ടാകും. മാലിന്യം കൊണ്ടുവരുന്നത് ആശുപത്രികളിൽ നിന്ന് IFA കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്നുണ്ടെങ്കിലും അവ സംസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യം കാട്ടുന്നില്ല. ഈ വിഷയത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഇൻസ്പെക്ഷൻ എല്ലാ മാസവും ഉണ്ടാവേണ്ടതുണ്ട്. അടിയന്തരമായി പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് നടപടി എടുത്തില്ലെങ്കിൽ വലിയൊരു ആരോഗ്യ ദുരന്തത്തിനാവും കേരളം സാക്ഷ്യം വഹിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് രാഹുൽ വിജയനൊപ്പം ഡോക്ടർ G പ്രസാദ് കുമാർ, ബിഗ് ടിവി ജേർണലിസ്റ്റ്. യെസ്, ഇത് 15 മിനിറ്റ് കൊണ്ട് എല്ലാ വേസ്റ്റിനെയും മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് CSIR-ന് ഞങ്ങൾ സമർപ്പിച്ചു. അവിടെ 34 പാറ്റന്റുകൾ കിട്ടി. ഏകദേശം 2 മാസത്തിനുള്ളിൽ ഇത് കേരളത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ പറ്റിയാണ്. അതല്ലേ ഹീറോയിസം, അല്ലേ? അതല്ലേ ഇന്നോവേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എന്ത് പുതിയത് കണ്ടാലും ഞങ്ങളത് ഇവിടെ കൊണ്ടുവരുന്നു. അത് നിങ്ങളിലൂടെ നടപ്പിലാക്കും. നിങ്ങൾക്കുമുണ്ട് ഇതിൽ അവസരങ്ങൾ. അത് വഴിയെ പറയാം. ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത നെക്സ്റ്റ്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഈ കാക്കനാട് അടുത്ത് തന്നെ 10 ഏക്കർ സ്ഥലത്ത് ആദ്യമായിട്ട് കേരളത്തിൽ ബിസിനസ്സും സ്പോർട്സും AI ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ജസ്പീഡ് വീക്ക് എന്ന് പറഞ്ഞ പേര്. കുട്ടികൾക്ക് വെറും അക്ഷരാഭ്യാസം മാത്രം കൊടുത്താൽ പോലെ അവർക്ക് എന്ത് കൊടുക്കണം? കുട്ടികളെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ടാലന്റ് ഉള്ള മക്കളാക്കാൻ വേണ്ടി അവർക്ക് എന്ത് കൊടുക്കുന്നു? ചെറുപ്പത്തിലെ തന്നെ ബിസിനസിനെ കുറിച്ചും, നിങ്ങൾക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന എന്തിനു വേണ്ടിയാ? ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നറിയോ? ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാന്നുള്ള സ്കൂൾ ഞങ്ങൾ തുടങ്ങാം. ഇത് ഞങ്ങൾക്ക് തിരുവനന്തപുരം CSIR ഇതിന്റെ പാറ്റന്റ് കൈമാറിക്കൊണ്ടുള്ള ഒരു ന്യൂസാണ്, അല്ലെ? ഇങ്ങനെ ഇനി എല്ലാ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അടുത്ത 2 മാസത്തിനുള്ളിൽ വൈറലാകാൻ പോകുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് BMW ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം ഈ സ്കൂൾ. അപ്പൊ എന്താ പറഞ്ഞേ? ടാലന്റുള്ള കുട്ടികൾ എവിടെയെന്ന് പറഞ്ഞേ? അങ്ങ് വിദേശത്താ. പക്ഷെ അടുത്ത വർഷം മുതൽ ടാലന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്പീഡിന്റെ പുതിയ പ്രൊജക്ട് ഈ കാക്കൻ, ഇതിലും നിങ്ങൾക്കൊരു ഭാഗമാക്കാം. അതോടൊപ്പം തന്നെ അടുത്ത പ്രൊജക്റ്റാണ് നെടുമ്പാശ്ശേരി മലയാറ്റൂരിൽ വരുന്ന ആ ഒരു ഫ്ലാറ്റ് സമുച്ചയം, 100 വില്ലകൾ. അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺ ലിവിംഗിനുള്ള ഒരു 5 സ്റ്റാർ ആ സെറ്റപ്പും ഞങ്ങൾ ഇവിടെ തന്നെ ക്രമീകരിക്കുകയാണ്.
ഇതും അടുത്ത വർഷത്തോടു കൂടി നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സമോറിയ എന്ന് പറയുന്ന പുതിയ ഒരു ഫ്ലാറ്റ് സമുച്ചയം അടുത്ത 2 മാസത്തിനുള്ളിൽ അതിന്റെ പ്രാരംഭ നടപടികൾ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ഇനി വരുന്ന 12ഓളം പ്രൊജക്റ്റുകൾ പറയാനുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ഇനി എന്റെ ചോദ്യം, എന്തിനു വേണ്ടി നിങ്ങളിത് വാങ്ങണം? അല്ലെ, എന്തിനു വേണ്ടി നിങ്ങളിത് വാങ്ങണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇത് ലൈഫ് സ്പാൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ഈ കണക്കെടുപ്പിൽ ഒരു ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന വയസ്സ് 84 മുതൽ 86 വയസ്സ് വരെ എന്ന് പറയണം. ഓക്കെ, പക്ഷെ ഇത് 1924 101 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ശരാശരി ലൈഫ് സ്പാൻ 30 മുതൽ 35 വയസ്സ് വരെയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പണ്ട് ആളുകൾ പെട്ടെന്ന് മരിച്ചിരുന്നു പറയുമ്പോൾ ആളുകൾ 35 വയസ്സിൽ മരിക്കുന്നു എന്നല്ല, അന്ന് ശിശു മരണനിരക്ക് കൂടുതലായിരുന്നു. അല്ലെ, പണ്ട് ഇവിടെ മിക്ക ആളുകളും നിങ്ങൾ ജനിച്ചത് എവിടെന്ന് ചോദിച്ചാൽ എവിടെ എന്ന് പറയും? വീടുകളില്ല. ഞാനും എന്നോട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രസവിച്ചതും വീട്ടില്ല. കാരണം അന്ന് വലിയ വലിയ ഹോസ്പിറ്റലുകളില്ല. പക്ഷെ അന്ന് പ്രസവിക്കാൻ ആര് വരും? ഒരു വയറ്റാട്ടി വന്നു. പക്ഷേ അന്ന് ആ വയറ്റാട്ടി വന്നപ്പോ ഹസ്ബൻഡിന് തല്ലി പിടിച്ചിട്ട് വന്നിരുന്നെങ്കിലോ? ചേട്ടാ ഞാനിന്നില്ലെന്നേ, മൂടി ശരിയല്ല, അവരെന്തിനാണ് ജോലി പോയത് അല്ലെ? പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നപ്പോ ശിശു മരണ നിരക്ക് ഏറ്റവും ചെറുതായി എന്ന് പറയും. വളരെ ഒരു പോയിന്റിൽ മാത്രമേ ശിശു മരണ നിരക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ലൈഫ് സ്പാൻ 86 എത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഹോളിലിരിക്കുന്നവർക്ക് സന്തോഷിക്കാൻ ഏറ്റവും വലിയ വകുപ്പ്, അതായത് 2030 കൂടി ഒരു ശരാശരി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വയസ്സ് 95. ഇത്ര നേരം സങ്കടപ്പെട്ടെങ്കിൽ ഇപ്പൊ സന്തോഷിച്ചില്ലേ? ഇപ്പൊ സന്തോഷിച്ച ഒറ്റടിക്കില്ല. ഇത്രയും നേരം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞെങ്കിലും 95 വയസ്സ് വരെ ജീവിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോ അവർ ഹാപ്പി. ചേച്ചി പറഞ്ഞു, ചേച്ചി വേറെ സിസിലി ചേച്ചിക്ക് അത് ഇങ്ങനെയാണ് ചൊറ്റല് വേണ്ടാന്ന് അല്ലെ? എന്തുകൊണ്ട് സിസിലി ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതില് അവിടെ സിസിലി ചേച്ചി ചെറുപ്പത്തില്ല ഇങ്ങനെ ജനിച്ച ആളാ അല്ലെ? ചേച്ചി 25 വയസ്സ് വരെ സിസിലി ചേച്ചിനെ ആര് നോക്കി വളർത്തി? പ്രീതി ആര് നോക്കി വളർത്തി? പേരൻസ് അല്ലെ? ഇനി 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമ്മളെ ആര് നോക്കും? നമ്മൾ നമ്മളെ തന്നെ നോക്കണം. ഇനി ജോലിക്കൂലില്ലാത്ത പെണ്ണുങ്ങൾ ആര് നോക്കും? ഭർത്താക്കന്മാര് നോക്കണം അല്ലെ? ശീലേജി അങ്ങനെ തന്നെ അല്ലേ? വല്ല പണിയിട്ടുണ്ടോ? ഓക്കെ. ഇനി 60 വയസ്സ് കഴിയുമ്പോ എത്ര വയസ്സ് ജീവിക്കേണ്ടെന്നാ പറഞ്ഞ്? 95. എത്ര കൊല്ലുണ്ട്? 35 കൊല്ലം. ചേച്ചി 35 കൊല്ലം ആരോഗ്യമുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട്. പക്ഷേ 35 കൊല്ലം എന്തില്ല? 60 വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യമില്ല, വരുമാനമില്ല, ആരെ നമുക്ക് പണിക്കും വെക്കില്ലെന്നേ അല്ലെ? എന്താ ഗവൺമെന്റ് ജീവനക്കാർ 56 വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യണം? 56 വയസ്സിൽ നിങ്ങൾക്കുള്ള യുവർ എക്സ്പയർ, പിന്നെ വേണ്ട. കാരണം എന്താ? നിങ്ങളുടെ ഓർമ്മ വീഴ്ത്തൊക്കെ പോയി, പിന്നെ നിങ്ങൾ വേണ്ടതേ അല്ലെ? അങ്ങനെ നിങ്ങൾ പോയിക്കോളാൻ പറയും. എന്താ? യു ആർ എക്സ്പയർഡ്. അപ്പോ 35 വർഷം ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്, സെറ്റാ. പക്ഷേ 35 എന്തില്ല? ആരോഗ്യമില്ല, വരുമാനമില്ല. എങ്കിൽ ഈ 35 കൊല്ലം സിസിലേച്ചിന് ആര് നോക്കൂ? പറ, കേക്കട്ടെ. ആര് നോക്കൂ? ചേട്ടാ ഈ ചോദ്യം ചിലരും മനസ്സിൽ പറയും, മക്കള് നോക്കും. ഇല്ല, ശീലേച്ച് ഒറ്റടിക്ക് പറഞ്ഞു ഇല്ല സാർ. കാരണം ഇങ്ങനെ പറയുന്നത് മക്കളെ കണ്ടും മാമ്പോ കണ്ടും കൊതിക്കരുത്. ആര് പറഞ്ഞു? സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചത്. കാരണം മക്കളെ ജനിപ്പിക്കാന്നുള്ളതും അവരെ വളർത്താന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ മക്കൾ വലുതായാൽ അവർ വെറുതെ വിട്ടേക്കണം എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വം. കാരണം കല്യാണം കഴിഞ്ഞാൽ അവർക്ക് മുണ്ടൊരു ജീവിതം, പിന്നെ നിങ്ങൾ നോക്കാനുള്ളതല്ല അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അതിന് നിങ്ങളുടെ അല്ലെ അവരുടെ കയ്യിൽ വേണ്ടത്ര പണമില്ലെങ്കിൽ നിങ്ങൾ നോക്കലല്ല അവരെ പണി. ഇനി പറയാം, നിങ്ങൾ ആരും നോക്കും. ഈ ഒരു കാര്യത്തിന്
ടീച്ചർ വേറൊരു പഴഞ്ചൊല്ലിലൂടെ പഠിപ്പിച്ചതിന് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നു. പക്ഷേ ഇത് പഠിപ്പിച്ചെന്ന ടീച്ചർ നിങ്ങളോടൊരു ചതി ചെയ്തു. ഈ തൈ ഏതാന്ന് പറഞ്ഞതില്ല. നിങ്ങൾ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് കിട്ടുന്ന അക്കീഷ്യം പിന്നെ പ്ലാവും തെങ്ങൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചു. ഇവിടെ എന്ത് സംഭവിച്ചു അല്ലെ? അതിന് എന്ത് കിട്ടി? ഉണ്ട അല്ലെ? ചക്ക കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെ? പക്ഷേ ഈ സമ്പത്ത് കാലത്ത് വെക്കേണ്ട തൈ ഏതാണെന്നും ആ തൈ എവിടെ വെക്കണമെന്നും ആ തൈ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും ആ തൈ എവിടെ കൊടുത്താൽ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നും ഇന്ന് ലോകത്തിന് സമർപ്പിച്ച ഒരേ കമ്പനിയുള്ളൂ. അല്ലെ? ഇവിടെ ആരും ഇത് കണ്ടുപിടിച്ചില്ല, ആരും ഇംപ്ലിമെന്റ് ചെയ്യില്ല. അപ്പൊ ഈ കൈയ്യടി മതിയോ? ഇത് മതിയോ? അടി 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 അല്ലെ? യെസ് യെസ്. അപ്പോ നമ്മൾ ഒരു കണക്കുകൾ നോക്കാം. അതായത് ഇങ്ങനെ പറയും. ഇപ്പൊ പറയണത് നമ്മുടെ 18 വയസ്സ് വരെ ഓരോരുത്തരുടെ നോക്കുകയാണെങ്കിൽ കൊരങ്ങന്മാരുടെ സ്വഭാവമാണ് പറയാം. നമ്മള് ആണോ? നമ്മള് ചാടി ചാടി ആര് പറഞ്ഞു കേൾക്കും? തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സമയം അല്ലേ? അപ്പൊ ഏത് സ്വഭാവമാണ് ഒരു മൃഗത്തോട് ഉപമിക്കുകയാണെങ്കിൽ? മഹേഷിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു? മഹേഷ് 12 വയസ്സിൽ ആരാ? കൊരങ്ങിന്റെ സ്വഭാവം. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞിട്ട് 50 വയസ്സ് വരെ മഹേഷ് എന്താ? കുതിരശക്തിയാ, പവർ അല്ലെ? എന്തും നേരിടാൻ, എന്തും നേടാനുള്ള കരുത്തുള്ള ആ എനർജിയുള്ള സമയം എപ്പോഴാ? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ഇനി 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്താ? കഴുത. എന്താ കാരണം? കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, അവരെ കെട്ടിക്കണം, അവരെ പഠിപ്പിക്കണം. ഭാരം പേറുന്ന ആ മൃഗം പോലെ ആരാ? കഴുതയുടെ ജന്മം അല്ലെ? കഴുതയുടെ രീതി ജീവിക്കേണ്ടി വരും. ഇനി അതും കഴിഞ്ഞാലോ? ഇനി 60 വയസ്സിൽ 95 വയസ്സ് വരെ ഏത് മൃഗമാ? ഞാൻ പറയില്ല ഏതാണ് ഏതാ അല്ലെ? കാരണം എന്നറിയാം, മഹേഷ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മക്കള് പറയും, അച്ഛാ വീട് നോക്കിയേക്കണുണ്ടോ? കാരണം വീട്ടു കാവലിന് അച്ഛനെക്കാൾ നല്ല പട്ടി വേറെ ഇല്ല. എങ്ങനെ? ഇനി നല്ല ചുമണ്ടെങ്കിലോ രാത്രി കള്ളന്മാര് കയറൂല അല്ലെ? രാത്രി എന്താ വീട്ടുകാർ ഉണർന്നല്ലോ, ഉണർന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് കള്ളന്മാരും വരില്ലാതെ. അങ്ങനെ ഇതിൽ ഏതാവണം നമുക്ക്? എന്താണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് റിട്ടയർമെന്റ് ലൈഫ്? ഈ കുതിരയെ പോലെ അല്ലെ? ഈ ഏജിൽ ജീവിക്കുന്നത് പോലെ അവിടം വരെ ജീവിക്കണം. ദാറ്റ് ഈസ് യുവർ വോയിസ്. അതായത് ഇന്ന് എങ്ങനെ ജീവിക്കുന്നുവോ, ഇന്ന് എങ്ങനെ ജീവിക്കണോ അത് മരണം വരെ ജീവിക്കാനുള്ള പണം നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ അന്ന് കഴുതയായിട്ടോ അന്ന് പട്ടിയായിട്ടോ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഓപ്ഷൻ നമ്പർ 1, 20,000 രൂപ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചന്ദന പ്ലോട്ട് സ്വന്തമാക്കാം. അല്ലെങ്കിൽ 25 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തോളൂ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഓപ്ഷൻ 3, 1.5 കോടി രൂപ കൊടുത്ത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇതിന്റെ ഒരു ഓണർ ആകാം. മാസം 1.5 മുതൽ 4 ലക്ഷം രൂപ വരെ പ്രതിമാസ വാടക, കൾട്ടിവേഷൻ ഇൻകം, പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. ഓപ്ഷൻ 4, 1 ലക്ഷമോ 10 ലക്ഷം 20 ലക്ഷം കൊടുത്ത് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട്ണർ ആകാം. ഓപ്ഷൻ 5, ഓപ്ഷൻ 5 ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ഇനി ചെറിയ ഷെയർസ് ബാക്കിയുള്ളൂ, ഇതിന്റെയും ഒരു പാർട്ട്ണറായിട്ട് മാറാം. ഓപ്ഷൻ 6, നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നാൽ എങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ ആയിക്കൊണ്ട് ലിൻസനെ പോലെ, ലിൻഡുവിനെ പോലെ, ജയശ്രീയെ പോലെ എങ്ങനെ ഒരു ഡീൽ മേക്കറിലൂടെ മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം. ലിൻസൺ കഴിഞ്ഞ ജനുവരിയിൽ വാങ്ങിയ വരുമാനം 34 ലക്ഷം രൂപ ഒരു മാസം. ജയശ്രീ വാങ്ങിയത് 14 ലക്ഷം രൂപ. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ റിയൽ എസ്റ്റേറ്റിൽ മാസം ഉണ്ടാക്കാനുള്ള ഒരു വലിയ അവസരവും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്നിവിടെ വന്നു, പക്ഷേ നിങ്ങൾ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവണത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കാനുള്ളൂ. നിങ്ങൾ ഇവിടെ ഈ കമ്പനിക്ക് 2 ടോപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് ജോഷി ദേവസ്യ, ജോഷിയേട്ടൻ ഇവിടെ ഉണ്ടോ? ഒന്ന് റാഫി മതിലക. ജോഷിയേട്ട ഒന്ന് വന്ന്, റാഫിയോടെ. യെസ്, 2 പേരും ഈ കമ്പനിയുടെ നട്ടെല്ലുകളാണ്. യെസ്,
ഈ കമ്പനിയുടെ നട്ടലായിട്ടുള്ള 2 പേരെയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി റാഫിക്കും ജോഷി ദേവസ്യയ്ക്കും മറക്കാൻ പറ്റാത്ത 2 ദിവസങ്ങളാണ്. അന്ന് ഈ റിസോർട്ട് ഓഫറിനിട്ടപ്പോ ഓരോ കോട്ടേജിന്റെ വില 45 ലക്ഷം രൂപയായിരുന്നു ലോഞ്ചിങ്ങിന്. ഓക്കെ, അന്ന് ലോഞ്ചിങ്ങിന് ഒരു പറമ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ റിസോർട്ട് വരുമെന്ന് പറഞ്ഞു. 45 ലക്ഷം രൂപ. അന്ന് കമ്പനിയുടെ വാക്ക് കേട്ട് അന്ന് തന്നെ തീരുമാനമെടുത്ത് 45 ലക്ഷം രൂപയ്ക്ക് 2 എണ്ണം വാങ്ങിയയാളാണ് റാഫി മധുരകം. ഇന്ന് റാഫിക്ക് ഇതിന്റെ വില ഒരെണ്ണത്തിന് 1.5 കോടി രൂപ. 3 കോടിയുടെ ഒരു അസറ്റ് ഡോണറായിട്ട് റാഫിക്ക് മാറാൻ കഴിയും. അതായത് 2 കോടി 55 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിനുള്ളിൽ റാഫിയുടെ ലാഭം. അന്ന് ഭാര്യയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ചോദ്യം മാത്രമേ ഉള്ളൂ ഇന്നും നിരാശനായിട്ട് നിൽക്കുന്ന ജോഷി ദേവസ്യ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് റാഫിയാകണോ, നിങ്ങൾക്ക് ഒരു ജോഷി ദേവസ്യാവണം? തീരുമാനം നിങ്ങളുടേതാണ്. ഓക്കെ, യെസ്, പോയിക്കൊണ്ട് 2 പേരും. ഇവിടെ എനിക്ക് ജോഷി ചേട്ടൻ ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അല്ലെ ജോഷിയേട്ടാ? ഇനി 2 കോടി 55 ലക്ഷം രൂപ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ നിങ്ങളെ അല്ലെ എത്ര പണം നിങ്ങൾക്ക് നഷ്ടമായി, അല്ലെ? 2 ഇപ്പൊ 1.5 കോടി 1.5 വാങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് തീരുമാനം ഭാര്യയോട് ചോദിക്കട്ടെ. പിന്നെ ഓക്കെ 2 അല്ലെ? അപ്പൊ ഒന്ന് ജോഷിയേട്ടൻ നഷ്ടപ്പെട്ടെന്താ? ഫിനാൻഷ്യൽ ഗ്യാപ് 2 കോടി 55 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ആണോ? യെസ്, 1 കൊല്ലം കൊണ്ട് 2 അല്ലെ? അത് നഷ്ടപ്പെട്ടപ്പോ രണ്ടാമത് നഷ്ടപ്പെട്ടെന്താ ജോഷിയേട്ടാ? ഈ ഫിനാൻഷ്യൽ ഗ്യാപ്പിന് പുറമെ രണ്ടാമത് കൂടി നിങ്ങൾക്ക് നഷ്ടമായി 2 ടൈം ഗ്യാപ്. ഈ 2 കോടി 55 ലക്ഷം ഉണ്ടാക്കാൻ എത്ര കൊല്ലം നിങ്ങൾ പണിയെടുക്കണേ? വലിയ ടീമിന്റെ മുതലാളിയാണ്. ഈ 2 കോടി 55 ലക്ഷം എത്ര വർഷം പണിയെടുക്കണം, അല്ലേ? ആ ചന്ദനം വെക്കുമ്പോ കിട്ടുന്ന പൈസ ബോധം കിടണം. നിങ്ങൾ ഉറപ്പിക്കണ്ട, നിങ്ങൾ ഞാൻ കണക്ക് പറയുമ്പോ നിങ്ങളോട് വീഴും. അപ്പോ അന്ന് കൊടുത്തപ്പോ ഇത് വാങ്ങിയില്ല. അപ്പോ ഈ 2 കോടി 55 ലക്ഷം ഉണ്ടാക്കാനായിട്ട് എത്ര വർഷം ഇനി ജോലി ചെയ്യുന്നു? 3 ഓപ്പർച്യൂണിറ്റിക്ക് ഇനി ഇത്തരത്തിൽ അവസരം ഉണ്ട് ജോലിച്ചേട്ടാ. ഇപ്പൊ പിന്നാലെ സാറേ 60 ലക്ഷം തരും, ഒരെണ്ണം തരും, അല്ലെ? 75 ലക്ഷം ചോദിച്ചു പൊക്കോ എന്ന് അന്ന് പിറ്റേ ദിവസം കൊടുത്തില്ല കേട്ടോ. കാരണം എന്താ? അവസരങ്ങള് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമേ ലഭിക്കൂ. അവസരം കിട്ടിയ അവസരം അത് ഉപയോഗിച്ചേക്കണം, അല്ലെ ജോഷിയേട്ടാ? 4ാമത്തെ പേഴ്സണൽ ഗ്യാപ്, അല്ലെ? ജോഷിയേട്ടൻ ഓടിയ മഹേന്ദ്ര കാർ റാഫി ഓടിയ എന്താ കാരണം? പേഴ്സൺ ആലോചിച്ചൊക്കെ ആ പെണ്ണിലെ വ്യക്തിയിൽ വന്ന വ്യത്യാസം ഉപയോഗിക്കുന്ന കാറ്. കാരണം എന്താ? റാഫിക്ക് പേടിക്കാനില്ല. കാരണം റാഫിക്ക് ഒരു വരുമാനം കിട്ടുന്ന അസറ്റ് റാഫി മാസത്തിൽ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തരത്തില് നിങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനുള്ള ദിവസമാണ്. ഒരു തീരുമാനം, അല്ലെ? ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് വീണ്ടും ഒറ്റ ചോദ്യം, ജോഷി ദേവസ്യെ പോലെ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോട് ചോദിക്കണം, റാഫിയെ പോലെ ഇന്ന് തീരുമാനമെടുക്കുന്നു. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മറക്കണ്ട, ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പണമില്ലാത്തവർക്ക് എങ്ങനെ കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ കേൾക്കണം. അപ്പൊ ഇവിടെ ഫുഡ് വന്നിട്ടില്ല, ഒരു 15 മിനിറ്റ് സമയമുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ക്ലോസിംഗ് സെഷന് വേണ്ടിയിട്ട് ലേഡീസ് ജോസഫിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യും.